നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമ്മൾ ഒരുമിച്ച് ഈ സാറ്റർഡേയുടെ ഈ സന്ധ്യാസമയത്ത് ഇന്ത്യൻ സമയം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ലോകത്തിലെ പല കോണുകളിലിരുന്ന് നമ്മുടെ സഹോദരങ്ങൾ ഈ സൂം മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. കഴിഞ്ഞ ഒരു 3-3.5 വർഷത്തിനടുത്താവുന്നു നമ്മൾ ഇങ്ങനെ ഈ ഒരു സൂം സംവിധാനത്തിലൂടെ ദൈവവചനം ഘോഷിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണി എന്നുള്ള ആ ഒരു ചിന്തയും സ്വപ്നവും പേറി നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുക പതിവാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2023 നമ്മുടെ അവസാനത്തെ സാറ്റർഡേ ആണിത്. നാളെ ഒരു ദിവസവും കൂടെയുണ്ട്. നാളെ ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാർ, വിശേഷിച്ച് ഫാർ ഈസ്റ്റിലുള്ള ആളുകളൊക്കെ അഡ്വാൻസ് ചെയ്ത് ദൈവസന്നിധി കടന്നു വന്ന് നന്ദി സൂചകമായി സ്തോത്രം ചെയ്യും. പിന്നെ അങ്ങനെ ഇന്ത്യക്കാർ നമ്മളൊക്കെ സ്തോത്രം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അമേരിക്കൻ സഹോദരങ്ങളൊക്കെ പതിയെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് നന്ദി സൂചകമായി സ്തോത്രയാഗം അർപ്പിക്കുന്നത്. അപ്പോൾ നാളെ ഞങ്ങളിവിടെ ഗുജറാത്തിൽ ഒരുമിച്ച് കൂടുന്നുണ്ട്. ഒരുമിച്ച് കൂടി ആരാധനയും പിന്നത്തേതിൽ സന്ധിക്കും ദൈവസന്നിധി കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2023 ഏറ്റവും ഒടുവിലത്തെ സാറ്റർഡേയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നാളെ സൺഡേ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ കൂട്ടായ്മയുണ്ട്. സന്ധ്യയ്ക്ക് ദൈവസന്നിധിയിൽ ഈ ഒരു വർഷം ദൈവം നടത്തിയതോർത്ത് നന്ദി പറയുവാനായിട്ട് ഒരുമിച്ച് കൂടുന്നുണ്ട്. അവിടെ വിശുദ്ധ ആരാധനയും ദൈവവചന ശുശ്രൂഷയും, വിശേഷാൽ കർത്താവിൻ്റെ ക്രൂശിനെ സ്മരിക്കാനായിട്ട് സമയം വേർതിരിക്കുകയാണ്. അത് കഴിഞ്ഞ് തിരുമേശയിലേക്ക് കരം നീട്ടണം. അങ്ങനെയൊക്കെയാണ് ആ ശുശ്രൂഷയൊക്കെ പൂർത്തീകരിച്ച് സന്തോഷത്തോടെ കർത്താവ് അനുവദിക്കുന്ന പക്ഷം, ഇതെല്ലാം കർത്താവ് അനുവദിക്കുന്ന പക്ഷമാണ്. ഇന്ന് 2023 30 ആയിട്ടുള്ളൂ. 31 ഇനി സമയം കിടക്കുകയാണ്. അതെല്ലാം ദൈവം അനുവദിക്കണം. പിന്നെ നമ്മുടെ കർത്താവ് വരാൻ താമസിച്ചെങ്കിൽ മാത്രമേ ആ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ കഴിയൂ. അല്ല, ഇന്ന് നമ്മൾ ഈ സൂം മീറ്റിങ്ങൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയും ഈ രാത്രിയിലോ അടുത്ത പ്രഭാതത്തിലോ അടുത്ത മധ്യാഹ്നത്തിലോ നമ്മുടെ കർത്താവിൻ്റെ വരവ് ആസന്നമായി കഴിഞ്ഞാൽ പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത്രയേ ഉള്ളൂ. നാളെ വൈകിട്ട് ഇങ്ങനെ കൂടാമല്ലോ എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് അത് ഒത്തില്ലല്ലോ എന്നുള്ള സങ്കടമൊന്നുമില്ല. വല്ല പ്രകാരത്തിൽ ഇപ്പോഴത്തെ ദുഷ്ടലോകത്ത് നിന്ന് പോയി കിട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്തയാണ് വിശുദ്ധന്മാരെ ഭരിക്കുന്നത്. ആട്ടെ, അപ്പോൾ ഈ 2023 ഈ ഒടുവിലത്തെ ദിവസം നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നമ്മുടെ നടുവിലുള്ള ദൈവദാസന്മാരെ എല്ലാം ഓർത്ത് ഞാൻ ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഒരുമിച്ച് കൂടിയ പല കാര്യങ്ങളെയും സ്മരണയിൽ എടുത്തുകൊണ്ട് പല കാര്യങ്ങളും സംസാരിക്കുകയാണ്. ഞാൻ പല ദൈവദാസന്മാരെയും ഓർക്കുന്നു. അവരുടെ എല്ലാ പേര് പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ചിലരെല്ലാം അവരുടെ പേരുകളിലല്ല വരാറ്. എന്നാൽ അവരെല്ലാം നിരന്തരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവരുടെയൊക്കെ ഉള്ളിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ എപ്രകാരമാണെന്ന് പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. സത്യത്തിന് വേണ്ടി നിൽക്കുക, ദൈവവചന സത്യങ്ങളെ മുറുകെ പിടിക്കുക. ഫിലദൽഫിയ സഭയോട് പറയുന്ന പോലെ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എന്ന് പറയുന്നത് പോലെ, അതായത് അനുകൂലമല്ലാത്ത പരിസ്ഥിതിയിൽ ഫിലദൽഫിയ സഭയോട് പറയുന്നത് പോലെ നമ്മുടെ ദൈവദാസന്മാരോടൊക്കെ സ്വർഗത്തിലെ ദൈവൻ പറയുമെന്നാണ് എൻ്റെ വിശ്വാസം. അവർ ദൈവത്തിൻ്റെ വചനം കാത്തുകൊണ്ട് സത്യവചനത്തിൻ്റെ ഘോഷണവും അതിൻ്റെ വ്യാപനവും ആഗ്രഹിക്കുന്നവരാണ്. അപ്പം അവരെല്ലാം ഈ കഴിഞ്ഞ നാളുകളിൽ, അതായത് ഈ ഒരു വർഷക്കാലവും മുൻ വർഷങ്ങളിലും ഒരുമിച്ച് വന്ന് ഈ ശുശ്രൂഷയിൽ വലിയ കൈത്താങ്ങലാണ് തന്നിരിക്കുന്നത്. എനിക്കതിന് വാക്കുകളൊന്നുമില്ല പറയാൻ. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നാണ് ഞാൻ ദൈവസന്നിധിയിൽ അവരെയും അവരുടെ ശുശ്രൂഷകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നത്. അധികം ഭംഗി വാക്കുകൾ സാധാരണ ഞാൻ പറയാറില്ല, നിങ്ങൾക്കറിയാം. ദൈവദാസന്മാരെ ഓർത്ത് ഒറ്റ വാക്കിൽ സ്തോത്രം ചെയ്ത് വിടുകയാണ് പതിവ്. എന്നാൽ നമ്മുടെ പൊതു പെന്തിക്കോസ് ലോകത്ത് അങ്ങനെയല്ല. അത് ഒത്തിരി നീട്ടി പരത്തി അങ്ങനെയൊക്കെ അവരെയൊക്കെ, അതായത് ശുശ്രൂഷകരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വേദികളിൽ. അവരെയൊക്കെ വിളിച്ച് മുൻനിരയിൽ ഇരുത്തി കസേരയൊക്കെ പിടിച്ച് പൊക്കി ഈ ഓർത്തഡോക്സുകാരൊക്കെ ഓക്സിയോസ് ചൊല്ലുക എന്ന് പറയും. അതായത് ഈ മെത്രാന്മാരെയൊക്കെ വാഴിക്കുമ്പോൾ നീ യോഗ്യൻ എന്ന് പറയുന്നത് പോലത്തെ ഒരു വാക്കാണ്, ഒരു വാക്കാണ് ഓക്സിയോസ്. അപ്പോൾ നമ്മുടെ ഉപദേശിമാരെയൊക്കെ സ്റ്റേജിൽ വിളിച്ചിരുത്തി ഓക്സിയോസ് ചൊല്ലാറുണ്ട്. അതായത് നല്ല വാക്കുകളൊക്കെ പറഞ്ഞില്ലെങ്കിൽ അവർക്കൊന്നും സൂഹിക്കില്ല, പിന്നെ ആ പഞ്ചായത്തിൽ വരില്ല. ഇപ്പം ഇന്നത്തെ മീറ്റിങ്ങിൽ വന്നെന്ന് വിചാരിച്ചോ കൺവെൻഷനിൽ, നാളത്തെ കൺവെൻഷനിൽ അവർ വരില്ല. ഇന്ന് പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് അവരുടെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ റവറൻറ്റ് പാസ്റ്റർ എന്നുള്ളതിന് പകരം വെറും പാസ്റ്റർ എന്ന് പറഞ്ഞാൽ മതി നാളെ അടഞ്ഞു പോകാൻ. ആ സ്ഥാനത്ത് ജീവനുള്ള ദൈവത്തെ ഭയപ്പെട്ട് തൻ്റെ വചനത്തെ പ്രമാണിച്ച് മുന്നോട്ട് പോകുന്ന നമ്മുടെ ഈ ദേവദാസന്മാരെ എല്ലാം ഓർത്ത്, ഞാനതാ പറഞ്ഞത്, അഭിമാനമുണ്ട്.
അവരെ ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ ചേർന്ന് വന്ന് പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുകയും ഒക്കെ ചെയ്ത സഹോദരിമാരുണ്ട്. അവരെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം അവരുടെ ഹൃദയത്തിലെ ആഗ്രഹവും. അവർ ഇങ്ങനെ ഈ ഒരു സംവിധാനത്തിലൂടെ നമ്മൾ ദൈവവചനം ഘോഷിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയപൂർവ്വം സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ അങ്ങനെ 2-3 പേരൊക്കെ പ്രാർത്ഥിച്ചു പരസ്യമായിട്ടെങ്കിലും. അങ്ങനെ അല്ലാതെ മറ്റ് പലരും തിരശ്ശീലയ്ക്ക് മുൻപിലേക്ക് വരുന്നില്ലെങ്കിലും അവരെല്ലാം ഹൃദയപൂർവ്വം സ്തോത്രം ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ദൈവരാജ്യത്തിൻ്റെ വ്യാപനം. അതിനുവേണ്ടി നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരെയും ഓർത്ത് ഞാൻ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് എനിക്ക് തോന്നുന്ന ഒരു 2-2.5 മാസത്തിലധികമായി നമ്മൾ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയം മുതൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു മുന്നോട്ട് പോയത്. അതിൻ്റെ പല വശങ്ങൾ പറഞ്ഞു. അത് എല്ലാവർക്കും ദഹിച്ചിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. എങ്കിലും ഞാനത് മനഃപൂർവ്വം കണ്ടിന്യൂ ചെയ്തത് എനിക്ക് നിയോഗം ഉള്ളതുകൊണ്ടാണ്. ഡയറക്റ്റ് കേൾക്കുന്ന ആരെങ്കിലും അത് അത്ര കണ്ട് താല്പര്യം ഇല്ലെങ്കിൽ പോലും പിന്നത്തിൽ കേൾക്കുന്ന പലർക്കും അത് പ്രയോജനമാണെന്നുള്ള ഫീഡ്ബാക്കുകൾ എനിക്ക് വരുന്നതുകൊണ്ട്, പുതുതായി കേൾക്കുന്നവർ, പുതുതായി വിശ്വാസം സ്വീകരിച്ചു വന്നവർ, അതുപോലെ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ അവരുടെ ചർച്ചകളിൽ പ്രസംഗിക്കപ്പെടുന്നില്ല. അതിനുവേണ്ടി മറ്റ് പ്രസംഗങ്ങളെ അവർ തേടിപ്പോകേണ്ടതുണ്ട്. എന്നാൽ നമ്മളുമായിട്ടുള്ള ഈ ഒരു പരിചയത്തിൽ ഇങ്ങനെ ഈ സൂമി വന്നുകൊണ്ടിരിക്കുന്ന അവർക്ക് ഈ കാര്യങ്ങൾ ഇവിടെ അത് നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ബാക്കി കൂടെ പറയണമെന്നുള്ളത് കൊണ്ടാണ് ഞാനത് തുടർന്നത്. അങ്ങനെയാണ് അതിൻ്റെ ബാലൻസ് കാര്യങ്ങൾ തുടർന്നു പോയത്. അങ്ങനെ പറഞ്ഞ് നമ്മൾ എത്തിച്ചേർന്നത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കഴിഞ്ഞ ആഴ്ച പോയി നിന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചത് ദാനിയേൽ പ്രവചനത്തിൽ നിന്നാണ്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ നിന്ന് 70 ആഴ്ചവട്ടത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് പറഞ്ഞത്. അതെല്ലാം ഞാൻ വേഗം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഇവിടെയുള്ള ദൈവമക്കളുമായിട്ട് ചേർന്ന് ആ കാര്യങ്ങളുടെ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോയി. അപ്പോൾ ഈ സൂമിലൂടെ പ്രസംഗിച്ചപ്പോൾ നിങ്ങളിൽ എല്ലാവർക്കും ആ കാര്യങ്ങൾ എത്ര കണ്ട് മനസ്സിലായെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് അത്ര കണ്ട് എല്ലാവർക്കും തുറന്ന് പിടികിട്ടിയില്ല. ചില മേഖലകളൊക്കെ 70 ആഴ്ചവട്ടം അതിപ്പോൾ സാധാരണ അങ്ങനെ ചർച്ചകളിൽ പ്രസംഗിക്കുന്നൊരു സബ്ജക്റ്റ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കേൾക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് എല്ലാവർക്കും അത്ര കണ്ട് മനസ്സിലാകാത്തതുകൊണ്ട് അത് ഞാൻ വീണ്ടും വിശദീകരിച്ചു. അതായത് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിലെ ആ പറയപ്പെട്ട കാര്യം ദാനിയേലിനോട് ഗബ്രിയേൽ പറയുകയാണ്. 9-ാം അധ്യായത്തിൻ്റെ അത് 25, 26, 27 അങ്ങനെയുള്ള വാക്യങ്ങളിലൂടെ പറഞ്ഞു വരുമ്പോഴാണ് ആ കാര്യം വരുന്നത്. അങ്ങനെ പറഞ്ഞ് താഴേക്ക് വന്ന സമയത്താണ് അതായത് യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുന്ന കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ വാക്യം ഒന്ന് വായിക്കാം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യെരുശലേമിനെ അവസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടന്നുമായി അക്ഷരവാദന തന്നെ വീണ്ടും പണിയും. ഓക്കെ, അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നതാണ് 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും, ശൂന്യങ്ങൾ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയാണ് ആ കാര്യം കിടക്കുന്നത്. അപ്പോൾ ദാനിയേൽ ദൈവസന്നിധിയിൽ ഉപവാസവും പ്രാർത്ഥനയുമായി കാത്തിരിക്കുന്ന സമയത്ത് ഗബ്രിയേൽ മറുപടികളുമായി വരുന്ന സമയമാണ്. അങ്ങനെ ഗബ്രിയേൽ സന്ധ്യായാഗത്തിൻ്റെ സമയത്ത് പ്രിയപുരുഷനായ ദാനിയേലിനോട് സംസാരിച്ച് വരുമ്പോൾ 23-ാം വാക്യം മുതൽ 24-ാം വാക്യം മുതൽ അങ്ങനെ പറഞ്ഞ് താഴേക്ക് വന്നിട്ടാണ് നമ്മൾ 25-ാം വാക്യത്തിൽ കണ്ടത്. അതായത് 24-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തേക്ക് വരുമ്പോൾ കാണുന്നത് നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അത് നമ്മളൊന്ന് ഓടിച്ചു പറഞ്ഞു. അതായത് ഈ 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് ആദ്യം 7 ആഴ്ചവട്ടം, പിന്നീട് 62 ആഴ്ചവട്ടം, അത് കഴിഞ്ഞ് 1 ആഴ്ചവട്ടം. അങ്ങനെയാണ് 70 എന്നുള്ള ആ മാത്തമാറ്റിക്സ് നമ്മൾ കൊണ്ടുവരുന്നത്. ആദ്യത്തെ 7 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 49 വർഷം. ആ 49 വർഷം കൊണ്ട് പ്രവാസത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ മടക്കി കൊണ്ടുവരികയാണ്. അവരെ മടക്കി ഈ യെരുശലേമിലേക്ക് പരിസര പ്രദേശങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. അങ്ങനെ തിരികെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിയുമ്പോൾ
പിന്നീട് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് യെരുശലേമിനെ പണിയാൻ ആരംഭിക്കുന്നു. യെരുശലേമിനെ എന്ന് പറയുമ്പോൾ യെരുശലേമിനെയും യെരുശലേം ദൈവാലയത്തെയും ഒക്കെ ചേർത്താണ് അത് പറയുന്നത്. അങ്ങനെ യെരുശലേമിനെ പണിയാൻ ആരംഭിക്കുന്നു. ആ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്ന 69ാമത്തെ ആഴ്ചവട്ടമാണ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ 7 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 49 വർഷം. അതിൻ്റെ കൂട്ടത്തിൽ 62 ആഴ്ചവട്ടം കൂടെ കൂട്ടുമ്പോൾ എന്താ 69 ആഴ്ചവട്ടം വരികയാണ്. 62 + 7 എന്ന് പറയുമ്പോൾ 69 ആഴ്ചവട്ടം. അങ്ങനെ 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. ഇവിടെ അഭിഷിക്തൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. ഞാനൊന്ന് ഓടിച്ചു പറയുന്ന കേട്ടോ. ഇവിടെ അഭിഷിക്തൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അത് കഴിഞ്ഞാൽ ഉടനടി 70ാം ആഴ്ചവട്ടം ആരംഭിക്കണം. പക്ഷേ 70ാം ആഴ്ചവട്ടം ആരംഭിച്ചില്ല. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. 70ാം ആഴ്ചവട്ടം ആരംഭിച്ചിട്ടില്ല. കേട്ടോ, 70ാം ആഴ്ചവട്ടം ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒറ്റ ആഴ്ചവട്ടമാണല്ലോ. ഒരൊറ്റ ആഴ്ചവട്ടം. ആ ഒറ്റ ആഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷമാണ്. ആ 7 വർഷം അത് യാക്കോബിൻ്റെ കഷ്ടകാലത്തിൻ്റെ കാലമാണ്. അല്ലെങ്കിൽ ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് ദൈവം പദ്ധതി ചെയ്യുന്ന കാര്യമാണ്. കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് നമ്മൾ ഈ ഇസ്രായേലിനെ മടക്കി കൊണ്ടുവന്ന യെരുശലേമിലും അതിൻ്റെ പരിസരങ്ങളിലൊക്കെ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം നമ്മൾ പറയുകയായിരുന്നു. യെരുശലേം എന്ന് പറയുന്ന ഉലയിൽ അവരെ ഉരുക്കിയെടുക്കാനുണ്ട്. ഇപ്പോൾ മടങ്ങി വന്നിരിക്കുന്നവർക്ക് കണ്ണ് കാണാൻ മേല, വേണ്ടും വണ്ണം ചെവിയും കേൾക്കാൻ പറ്റുന്നില്ലാത്ത ഒരു പരിസ്ഥിതിയാണ്. അപ്പോൾ അവരുടെ കണ്ണൊക്കെ തുറന്നു വരുന്നൊരു ദിവസമുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഇപ്പോൾ കൂട്ടി വരുത്തിയിരിക്കുന്നത്. അതെല്ലാം 70ാം ആഴ്ചവട്ടത്തിലാണ്. 70ാം ആഴ്ചവട്ടം ആരംഭിക്കുന്നതിനും 69ാം ആഴ്ചവട്ടത്തിനും ഇടയിലൊരു പീരീഡ് ഈ പുസ്തകത്തിൽ ദാനിയേൽ പ്രവചനത്തിൽ എഴുതിയിട്ടില്ല. പഴയ നിയമത്തിൽ അങ്ങനെ ഡയറക്റ്റായിട്ട് എഴുതിയിട്ടില്ല. ആ പീരീഡിനെ കുറിച്ചാണ് ഫിലിപ്പിൻ്റെ കൈസരയിൽ നിന്നുകൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞത്. ഈ പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ പറഞ്ഞ സമയത്തൊന്നും എഴുതിയിട്ടില്ല, ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ വിശുദ്ധന്മാർ ദൈവവചനം പഠിക്കുന്നവരെ ചോദ്യം ചോദിക്കണം, നമ്മളോട് തന്നെ ചോദിക്കണം. അങ്ങനെയാണ് അത് എപ്പോൾ പണിയും, ഏതാണ് അതിൻ്റെ കാലം, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതൊക്കെ പിന്നെയും ഒന്നായി ചേർക്കുക എന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥ, അതൊക്കെ എങ്ങനെയാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ ആ ചോദ്യങ്ങളുടെ ഉത്തരമാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം ദൈവസഭയുടെ പണി ആരംഭിക്കുകയാണ്. മാളികമുറിയിൽ ആരംഭിക്കുന്നു. അങ്ങനെ ആരംഭിക്കുന്ന ആ പണി കാഹളം ധരിച്ചാണ് അവസാനിക്കുന്നത്. കാഹളം ധരിച്ച് അവസാനിക്കുമ്പോൾ 70ാമത്തെ ആഴ്ചവട്ടം ആരംഭിക്കും. അതായത് സഭ ഇവിടുന്ന് എടുക്കപ്പെട്ടാൽ തൽക്ഷണം 70ാം ആഴ്ചവട്ടം ആരംഭിക്കും. അങ്ങനെ 70ാം ആഴ്ചവട്ടം ആരംഭിച്ചു കഴിഞ്ഞാൽ സഭ ഉയരത്തിലായിരിക്കും. ഭൂമിയിൽ ഇസ്രായേലിൻ്റെ പണി നടക്കുന്ന കാലമാണ്. ഇസ്രായേലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഭൂമി നടക്കുന്ന കാലമാണിത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത്, ഞാൻ പലരോടും പിന്നീട് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഓക്കെ, പാസ്റ്റർ കുറേ കണക്ക് പറഞ്ഞു. അത് ഒരു 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 7 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 49 വർഷം ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദന്മാർ മടങ്ങി വരുവാനായിട്ട് ദൈവം വെച്ചൊരു പീരീഡാണ്. പിന്നീടുള്ള 62 ആഴ്ചവട്ടം എന്ന് പറയുന്നത് യെരുശലേമിനെ പണിയാനുള്ളതാണ്. അതൊക്കെ മനസ്സിലായി. അത് കഴിഞ്ഞ് ഒരാഴ്ചവട്ടം കൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം യഥാസ്ഥാനപ്പെടുത്തുന്ന പ്രക്രിയയാണ്. യഹൂദന്മാരെ മടക്കി വരുത്തി അവരെ ശുദ്ധീകരിക്കുന്ന കാലമാണത് എന്നൊക്കെ മനസ്സിലായി. അതിനകത്ത് ഇത്ര വലിയ ഗൗരവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 69നും 70നും ഇടയ്ക്ക് പാതാളത്തിൻ്റെ പടുകുഴി പോകേണ്ട എന്നെയും നിങ്ങളെയും ആ അവസ്ഥയിൽ നിന്ന് രക്ഷിച്ച് ഇസ്രായേലിൻ്റെയൊക്കെ തലയ്ക്ക് മീതെ ഏറ്റവും ഉന്നതമായ ഒരു പൊസിഷനിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. കുഞ്ഞാടിൻ്റെ കാന്തി എന്ന നിലയിൽ ആയിത്തീരുവാനുള്ള വലിയൊരു വിളി നമുക്ക് ലഭിക്കുകയാണ്. ഉന്നതമായ വിളി. അബ്രഹാമിനെ, ഇസഹാക്കിനെ, യാക്കോബിനെ വിളിച്ചു ദൈവം. യാക്കോബിൻ്റെ സന്തതി പരമ്പരകളെ വിളിച്ചു ദൈവം. കുറച്ച് ഡിസ്പ്യൂട്ടുള്ള ഭാഗങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു വരികയാണ്. ഈ കാലഘട്ടത്തിൽ മലയാളക്കരയിലെ പെന്തക്കോസ്റ്റ് സമൂഹത്തിൻ്റെ നേതൃനിരയിലൊക്കെ ഇരിക്കുന്നവർ, അല്ലെങ്കിൽ അതിൻ്റെ പ്രസംഗ പീഠങ്ങൾ അലങ്കരിക്കുന്ന ആളുകൾ, അവർ ഉയർത്തുന്ന ചില ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ തുടർന്ന് പറയുമ്പോൾ പറയേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു ചിന്ത. അതായത് ഈ പറയപ്പെട്ട സമയത്ത് ദൈവസഭയുടെ പണി ആരംഭിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ദൈവസഭയുടെ അംഗങ്ങളാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട നാം എവിടെയായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ 1 വർഷത്തെ മെസ്സേജുകളിലൂടെ, അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തെ മെസ്സേജുകളിലൂടെ അല്ല, കഴിഞ്ഞൊരു 3.5 വർഷത്തെ മെസ്സേജുകളിലൂടെ പല നിലകളിൽ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. നമ്മൾ എവിടെയായിരുന്നു, നമ്മുടെ പൊസിഷൻ എന്തായിരുന്നു എന്നുള്ളത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ പണ്ട് നമ്മളൊരു 3 പിക്ചർ കാണിച്ചത്? അതായത് ഒരു മനുഷ്യൻ്റെ 2 കരം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു പിക്ചർ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഒരു 2 കൈപ്പത്തി മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു പിക്ചർ. അത് കഴിഞ്ഞിട്ട് ഒരു കൈ മാത്രം ഇങ്ങനെ, കൈയല്ലല്ലോ, ഈ കൈവിരലുകൾ മാത്രം പൊങ്ങി നിൽക്കുന്ന പിക്ചറുകളൊക്കെ. അതെന്താ കാണിക്കുന്നത്? പാപത്തിൻ്റെ പടുകുഴിയിൽ മുങ്ങി താണുകൊണ്ടിരുന്ന നാം, അതായത്
അങ്ങനെ മുങ്ങി താണു കഴിഞ്ഞാൽ പിന്നീട് നാം പൊങ്ങി വരുന്നൊരു സ്ഥലമുണ്ട്. മുങ്ങി താണു തീർന്നു കഴിഞ്ഞാൽ, അതായത് മരണം കൊണ്ട് മുങ്ങൽ അവസാനിക്കുക, മുങ്ങിക്കൊണ്ടിരിക്കുക. ജനനം മുതൽ മരണം വരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നമുക്കൊരു ജനനമുണ്ടല്ലോ ഭൂമിയിൽ. ആ ജനനം മുതൽ ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ ഓട്ടം പൂർത്തീകരിച്ച് പോകുന്നൊരു കാലമുണ്ട്. ആ കാലം വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതിനിടയിലാണ് സുവിശേഷം നാം കേൾക്കുന്നത്. സുവിശേഷം എന്ന ക്രെയിൻ നമ്മെ കോരിയെടുക്കുകയാണ്. അങ്ങനെ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്, ഉറപ്പുള്ള പാറമേൽ കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവന്നൊരു കാലമാണിത്. ഈ 69-70 ഈ സഭാകാലയളവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആത്മാവിലാകണം. ആത്മാവിലാകണമെങ്കിൽ ഇവിടെ എൻ്റെ കയ്യിൽ ഓർഗനൊന്നുമില്ല. മലയാളക്കരയിൽ അറിയപ്പെടുന്ന ഒരു 3-4-5 വർഷിപ്പ് ലീഡർമാരുടെ പേരോർത്ത് നോക്കി. ചാടിക്കുകയും തുള്ളിക്കുകയൊക്കെ ചെയ്യുന്ന ബിരുദന്മാർ. സഹോദരങ്ങളെ, പുതിയ നിയമസഭയിൽ ദയവായി നിങ്ങൾ മനസ്സിലാക്കുക, വർഷിപ്പ് ലീഡറൊന്നുമില്ല. ഒരു ഡൽഹിക്കാരി സഹോദരി, വളരെ പ്രസിദ്ധിയായൊരു സഹോദരി, ഡൽഹി പരിസരത്തുള്ളവരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്, കോപിക്കരുത്. ആ ഡൽഹിക്കാരി സഹോദരി കിടന്ന് സ്റ്റേജുകളിൽ കിടന്ന് തുള്ളി മറിഞ്ഞ് ചാമറിനൊക്കെ അടിച്ച് നല്ല രീതിയിൽ പാട്ടൊക്കെ പാടുന്നുണ്ട്. അത് നല്ല കാര്യമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ആളുകളെ പാട്ട് പാടി ഇങ്ങനെ അതിൻ്റെ ഒരു ഹൈ ടെമ്പോയിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരെയും, വിശേഷാൽ സഹോദരി സഹോദരന്മാരെയൊക്കെ ആത്മാവിലാക്കുവാൻ പരിശ്രമിക്കുന്നുണ്ട്. അതൊരു പെന്തക്കോസ്റ്റ് രീതിയല്ല, നവീന പെന്തക്കോസ്റ്റിൻ്റെ രീതിയാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. പഴയകാല പെന്തക്കോസ്റ്റ് രീതി അനുസരിച്ച് കാത്തിരിക്കുകയാണ്. നമ്മൾ ദൈവസ്ഥലത്തിൽ കടന്നു വരുന്നത് എങ്ങനെയാണ്? ധ്യാനത്തോടെയാണ് കടന്നു വരുന്നത്. എന്താ ധ്യാനിക്കുന്നത്? ക്രൂശിനെയാണ് ധ്യാനിക്കുന്നത്. ഭവനത്തിൽ നിന്ന് ഒരുക്കത്തോടെയാണ് വരുന്നത്. അതായത് വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുന്ന ഇടത്തിൻ്റെ കാര്യമായി പറയുന്നത്. അങ്ങനെ ഭവനത്തിൽ നിന്ന് ഒരുക്കത്തോടെ കടന്നു വരുന്നു, ക്രൂശിനെ ധ്യാനിക്കുന്നു, ആ ധ്യാനത്തോടെ വരുന്നു. ആ ധ്യാനത്തെങ്കിൽ തീ കത്താൻ ആരംഭിക്കുക. അല്ലാതെ ഇവിടുത്തെ ഉപദേശിയോ പിന്നെ ഈ നിയോഗിക്കപ്പെട്ട ഇങ്ങനത്തെ സഹോദരി സഹോദരന്മാരോ ആരും നമ്മളെ ഇങ്ങനെ ഏറി കയറ്റുകയല്ല. അതല്ലല്ലോ യഥാർത്ഥ ആരാധനയുടെ രീതി. അങ്ങനെയല്ല. അപ്പോൾ ആരാധന എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ പിന്നീട് പറയാൻ പെൻഡിങ് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയപ്പെട്ട കാലത്ത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കിടന്ന നമ്മെ വിടുവിച്ചു. ഇത് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു വാക്യം കത്തുന്നുണ്ട് കിടന്ന്. ആ വാക്യം ഏതെന്ന് ചോദിച്ചാൽ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലാണ്. വാക്യമൊന്നും എടുക്കണ്ടാരും. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലെ വാക്യമാണ്. അതായത് ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട്. ഒരു സെക്കൻഡ് മുമ്പ് ഞാൻ പറഞ്ഞ സെൻറ്റൻസ് എന്താ? ഈ പറയപ്പെട്ട പീരീഡിൽ, ഈ 69-70 എന്നുള്ളതിൻ്റെ ഇടയിൽ ആരംഭിച്ച ദൈവരാജ്യത്തിൻ്റെ പണി, നമ്മൾ ആ ദൈവരാജ്യത്തിൻ്റെ പണിയിലേക്ക് വന്നിരിക്കുകയാണ്. ആ കാര്യം കേൾക്കുമ്പോൾ തന്നെ ആത്മാവിലാകണമെന്ന് പറഞ്ഞാൽ, അത് കേൾക്കുമ്പോൾ തന്നെ ആത്മാവിൽ എങ്ങനെയാകുന്ന പലരും ചിന്തിച്ചത്. ആകണം. അത് ആകേണ്ടതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിന്നിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല പലപ്പോഴും. വെട്ടിയെടുത്ത പാറയെങ്കിലേക്കും കുഴിച്ചെടുത്ത കരിഗർഭത്തിലേക്കും നമ്മുടെ കൂട്ടായ്മകളിൽ അധികം നോക്കാറില്ല. നമ്മുടെ കൂട്ടായ്മകളിൽ ഇല്ലെന്നല്ല, അങ്ങനെ അധികം നോക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് നോക്കണം. വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത കരിഗർഭത്തിലേക്കും ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ഇപ്പം ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആ 3 പിക്ചറുകൾ വേണമെങ്കിൽ കാണിക്കേണ്ടതായിരുന്നു. അല്ലേ? ഇപ്പോൾ കാണിക്കേണ്ടതായിരുന്നു. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തണം. ഇതിനകത്ത് കുറച്ച് പേരുണ്ടല്ലോ, അവരൊന്ന് കാണേണ്ടതായിരുന്നു. ഇതുപോലെ കൈകാലിട്ടടിച്ച നിമിഷങ്ങൾ നമ്മുടെ സഹോദരൻ രതീഷ് കൈകാലിട്ടടിച്ചതാ. നമ്മുടെ സഹോദരി ലിസ കൈകാലിട്ടടിച്ചതാ. പിന്നെ ഈ ഫേബിയൊക്കെ കൈകാലിട്ടടിച്ചതാ. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന പലരുണ്ടല്ലോ, എല്ലാം കൈകാലിട്ടടിച്ച് അയ്യം വിളിച്ച നിമിഷങ്ങൾ. അങ്ങനെ അയ്യം വിളിച്ച നിമിഷങ്ങളിൽ ഒരു ഹൃദയവേദനയോടെ, ഒരു ഭാരത്തോടെ, ആരെന്നെ രക്ഷിക്കും, ആരെന്നെ വിടുവിക്കും എന്നുള്ള നിലയിൽ നമ്മുടെ പ്രസംഗങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ സഹോദരങ്ങളെ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിക്കും ഈ സംഭവങ്ങൾ. എബ്രായർ 6-ലെ ആ വാക്ക്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിച്ചു. അതാണ് വിടുതൽ എന്ന് പറയുന്നത്. ഒരിക്കലായി ലഭിച്ച വിടുതൽ, പാപത്തിൽ നിന്ന് ലഭിച്ച വിടുതൽ, അതൊരു ഗംഭീര സംഭവമാണ്. അല്ലെങ്കിൽ അധമപാതാളത്തിലേക്ക് പോകേണ്ടതായിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ ഒന്ന് തുറന്ന് ഇതിനകത്ത് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ മലയാളക്കരയിൽ ഒത്തിരി പേര് കേട്ട പ്രസിദ്ധരായ ആളുകളുണ്ട്. അവരുടെ മെസ്സേജുകളുടെ ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലേക്ക് അവർ സജ്ജമാക്കിയ മെസ്സേജുകൾ, അതിൻ്റെയൊക്കെ വാക്കുകളുണ്ട്. ആ വാക്കുകളൊക്കെ കേട്ടാൽ അതിൽ എന്താ ഏറിയ പങ്കും തുള്ളനും വെട്ടുക്കിളിയും തിന്നതിനെയൊക്കെ മടക്കി തരുന്ന ദൈവത്തെയാണ് അവർ പറയുന്നത്. തുള്ളനും വെട്ടുക്കിളിയും, അതുപോലെ നിന്നെ മാനിക്കും, നിന്നെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മളിവിടെ കഴിഞ്ഞ നാളുകളിൽ നിരന്തരമായി ഈ കാര്യം പറയുകയാണ്. ഈ വിടുതൽ
കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ വാക്കുകൾ എന്താ? കിടന്ന് അയ്യം വിളിച്ചു. ആ അയ്യം വിളിച്ച സമയത്ത് നമ്മെ വിടുവിച്ചു. ആ വിടുതലിൻ്റെ ആഘോഷമാണ് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ. വിടുതലിൻ്റെ ആഘോഷം അതാണ്. വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ഒരു ആഘോഷമാണ്. ഈ കഴിഞ്ഞ ദിവസം ലോകമെമ്പാടുമുള്ള നസ്രാണി വർഗം ക്രിസ്മസ് ആഘോഷിച്ചു എന്നാണ് കണ്ടത്. എനിക്കൊരു മെസ്സേജ് പറയാനുണ്ടായിരുന്നു. ശരിക്കും എന്ത് നിങ്ങൾ ആഘോഷിച്ചത്? എന്തിൻ്റെ പേരിൽ ആഘോഷിച്ചു? എന്താഘോഷിച്ചു? അതിൻ്റെ കൂട്ടത്തിൽ പുതുതലമുറ പെന്തിക്കോസ് പാസ്റ്റർമാരും നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കണം എന്ന് പറഞ്ഞ് അവരുടേതായ വീഡിയോസും അവരുടേതായ എഴുത്തുകുത്തുകളും ഒക്കെ ഇങ്ങനെ വരുവാനിടയായി. പലരും അതൊക്കെ ഇങ്ങനെ അയച്ചു തന്നിരുന്നു. നമ്മൾ പഴയ പഴഞ്ചൻ രീതിയിൽ അപ്പച്ചന്മാരുടെ കാലം പോലെയല്ല നമ്മൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലണമെന്നുള്ളത്. ക്രിസ്മസ് എങ്ങനെയാണ് നീ ആഘോഷിക്കുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. കത്തോലിക്കിന് കണ്ണ് തുറന്നിട്ടില്ല, അതുകൊണ്ട് അവൻ ആഘോഷിക്കുമായിരുന്നു. അവൻ ആഘോഷിക്കുന്നത് എങ്ങനെയാണ്? അവൻ കള്ളു കുടിച്ച് തലകുത്തി മറിയും. അവൻ്റെ ആണും പെണ്ണും കള്ളു കുടിച്ച് തലകുത്തി മറിയും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ന്യൂസ് കണ്ടായിരുന്നു. അതായത് മലയാളക്കരയിലെ ഒരു 4-5 രൂപതകൾ തമ്മിലുള്ളൊരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ പലപ്പോഴും പല രൂപതകളും ജയിക്കാറില്ല. കഴിഞ്ഞ തവണ കൊല്ലം രൂപതയാണ് 1ാം സ്ഥാനം കൊണ്ടുപോയത്. ഈ തവണ അത് തിരിച്ചു പിടിച്ചുകൊണ്ട് ചാലക്കുടി രൂപത തെറ്റിപ്പോയി. ഈ തവണ അത് ഇരിങ്ങാലക്കുട രൂപത തിരിച്ചു പിടിച്ചു. ഇരിങ്ങാലക്കുട രൂപതയിലെ 2 പ്രധാന പട്ടണങ്ങളാണ് 1-3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയത്. അങ്ങനെ പറയുമ്പോൾ ആളുകൾ ചോദിക്കും, ഇതിനെ രൂപതയൊക്കെ ഈ കൂട്ടത്തിൽ കൂട്ടിക്കൊഴിക്കണമെന്ന്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല. അവിടെ 80% ഈ വർഗത്തിൽപ്പെട്ട ആളുകളാണ്. പറങ്കി മതത്തിൽപ്പെട്ട ആൾക്കാരാണ് 80% ആൾക്കാർ. ഒരു 20% ഹിന്ദുക്കൾ കാണും. വേറെ ക്രിസ്ത്യാനികളൊന്നും ആ പഞ്ചായത്തിലെങ്ങും ഇല്ല. ഉണ്ടോ? വേറെ ആൾക്കാരൊന്നുമില്ല. 1-2 പെന്തിക്കോസുകാർ അവിടെ എങ്ങാനും ഇരിപ്പുണ്ടാവും. ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിൽ വരുന്ന ചാലക്കുടിക്കാർ 1-2 പേര് ഇരിപ്പുണ്ട്. അവരാകെ 2 പേരോ 3 പേരെയും കണ്ടുള്ളൂ. എൻ്റെ അറിവ് ശരിയാണ്, ചാലക്കുടിയും പരിസരത്തും അവിടെ ഒന്നും ഈ സത്യസുവിശേഷം വേണ്ട വിധത്തിൽ ഘോഷിക്കപ്പെടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ചാടി ഇറങ്ങിപ്പോകരുത്, കാലൊടിയും, ഒതുങ്ങിയിരിക്കണം അവിടെ എല്ലാവരും. മലബാറിൻ്റെ ഒരു കവാടം പോലെ നമ്മൾ തൃശ്ശൂരിനെ കാണുന്നത്. തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ മലബാറാണ്, അതിൻ്റെ ഒരു കവാടമാണ്. അവിടെയല്ലേ എന്നതാ ഈ പ്രസംഗിക്കുന്നത്? കർത്താവ് അനുഗ്രഹിക്കും മാനിക്കുമെന്ന്. എന്നിട്ട് അനുഗ്രഹിക്കും മാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടോ? തൃശ്ശൂർ പട്ടണത്തിൽ വരണ കോടീശ്വരന്മാരുടെ പട്ടണമാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമാണ് തൃശ്ശൂർ. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും നിങ്ങൾ? അത് കൊച്ചിയാന്ന് പറയും. പക്ഷെ പണക്കാരുടെ ഹബ്ബ് ഏതാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണ്. അത് അവിടുത്തെ വമ്പന്മാരുടെ എല്ലാം ഒരു ലിസ്റ്റൊക്കെ എടുത്ത് നോക്കിയാൽ ബോധം കെട്ടുപോകും നമ്മൾ. ഒരു പെന്തിക്കോസ് ഇവിടെ ഇരിപ്പുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ പെന്തിക്കോസ് ഉദ്ദേശിമാരൊക്കെ ഓൾട്ടോയിൽ വരുന്ന ഉദ്ദേശിമാർ. ഓൾട്ടോ. അതേസമയം തൃശ്ശൂർ ജില്ലയിൽ ജീവിച്ചിരുന്ന ഒരു വിദ്വാന, അവൻ സെൻട്രൽ ജയിലിൽ കിടപ്പുണ്ട്. ഇപ്പോൾ അവൻ്റെ പേര് നിസാം എന്നാണ്. നിസാം. അവൻ്റെ കാർപോർച്ചി കിടക്കുന്നത് ഹിമ്മറും ഉമ്മറും ഒക്കെയാണ്. പിന്നെ വേറൊരു വിരുദ്ധനുണ്ടല്ലോ, ഒരു ജൂനിയർക്കാരൻ. അവൻ അവിടെ ടാക്സി ഓടിക്കാനിട്ടിരിക്കുന്നത് റോൾസ് റോയ്സ് ഒക്കെയാണ്. പെന്തിക്കോസ് പാസ്റ്റർമാർക്ക് ഏറ്റവും കൂടിയ ഉള്ളത് ഓൾട്ടോയാണ്. ചിലപ്പോൾ ഒരു സ്റ്റെപ്പിനിയും കൂടെ കാണും അതിൻ്റെ പുറയിൽ. 4 വീലല്ലാതെ ഒരു 5ാമതൊരു വീലും കൂടെ കാണും. അതാണ് സ്റ്റെപ്പിനി എന്ന് പറയുന്നത്. അത് വെച്ചോണ്ടാണ് ഈ പാത്രന്മാർ തട്ടി വിട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കുമായിരിക്കും. ചിരിച്ച് മണ്ണ് തപ്പും. ഇവിടെ മണ്ണില്ല തപ്പാനായിട്ട്. ഈ 2023 ഒടുക്കം ഞാൻ പറയുകയാണ്, ഉപദേശിമാരെല്ലാം മാനസാന്തരപ്പെടണം, സുവിശേഷം പ്രസംഗിക്കണം, ക്രൂശ് പ്രസംഗിക്കണം, ജനത്തെ മടക്കിക്കൊണ്ടുവരണം. അവർ രക്ഷയുടെ സന്തോഷത്തിൽ ആറാടണം. രക്ഷയുടെ സന്തോഷത്തിൽ അവർ തലയെടുപ്പോടെ നടക്കണം. അവർ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ മലയാളി ലോകത്ത് എവിടെ പോയാലും അവൻ മൊബൈൽ ടെമ്പിളാണ്. ദൈവത്തിൻ്റെ 1-2 ആലയം പഠിക്കുമ്പോൾ സമാഗമന കൂടാരത്തിൽ അതിന് മുൻപിലൊരു യാഗപീഠമുണ്ട്. വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ വെച്ചിരിക്കുന്ന യാഗപീഠമാണത്. റിഡംഷനോടുള്ള ബന്ധത്തിൽ. ദെൻ യെരൂശലേം ദേവാലയത്തിന് മുൻപിലൊരു യാഗപീഠമുണ്ട്. ആ യാഗപീഠം വഴിയാണ് വീണ്ടെടുപ്പ്. യെരൂശലേം ദൈവാലയത്തിന് മുൻപിലുള്ള യാഗപീഠം വഴിയാണ് വീണ്ടെടുപ്പ്. അത് കഴിഞ്ഞ് മൂന്നാമത് നമ്മൾ പറയുന്നത് എന്താ? അതിനിടയിൽ ഒത്തിരി കാര്യങ്ങൾ വേറെ ഉണ്ടെങ്കിൽ പോലും മൂന്നാമത് നമ്മൾ ഓടിച്ചെന്ന് പറയും, ഈ കാലം ഇത് ദൈവസഭയുടെ കാലമാണ്. ഈ കാലത്ത് ദൈവസഭയിൽ ബലിപീഠമുണ്ട്. അതിനുള്ള വാക്യം 1 കൊരിന്ത്യർ ലേഖനത്തിലാണ്. 1 കൊരിന്ത്യർ ലേഖനത്തിലുണ്ട്. 14-ാം അധ്യായത്തിലേക്ക് അതുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ബലിപീഠം. പാപിയായ ഒരുവൻ നിങ്ങളുടെ നടുവിൽ വരുമ്പോൾ അവന് സകലരാലും എന്തു വരണം? പാപബോധം വരണം. അവിടെ ആത്മാവിലുള്ള ആരാധനയുണ്ട്. പ്രവചന വരം ലഭിച്ച വ്യക്തികളുണ്ട്. അങ്ങനെ പ്രവചിക്കും. അവരുടെ പ്രവചനങ്ങളും കാര്യങ്ങളും ഹൃദയങ്ങളെ ശോധന ചെയ്യും. അല്ലെങ്കിൽ ഹൃദയങ്ങളെയും ഉൾപ്പുകളെയൊക്കെ തുറന്നു കാണിക്കും. ദൈവസമയം കടന്നു വന്നാൽ അവിടെ യാഗപീഠം ഉണ്ടെന്നേ, കത്തുന്ന യാഗപീഠം. അത് മാത്രമല്ല, ഇനി അടുത്തത് മൊബൈൽ ടെമ്പിൾ. നാമാണ് മൊബൈൽ ടെമ്പിൾ.
സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളല്ലേ. ഇതിനകത്ത് യാഗപീഠമുണ്ട്. മലയാളക്കരയിൽ ജനിച്ചു വളർന്ന അമേരിക്കയിലും യൂറോപ്പിലും പിന്നെ എവിടെയാ മിഡിൽ ഈസ്റ്റിലുമൊക്കെ പോയവരെന്നെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരൊക്കെ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലോ അമേരിക്കയിലോ വെച്ച് രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, സമ്മതിച്ചു. ചിലരൊക്കെ മലയാളക്കരയിൽ നിന്ന് തന്നെ രക്ഷാനിർണയം പ്രാപിച്ചിട്ടാണ് ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്കൊക്കെ പോയ സമയത്ത് എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അല്ലെങ്കിൽ പോയ സമയത്ത് എന്തായിരുന്നു ഉള്ളിലെ ചിന്ത? നിങ്ങൾ ഉൾപ്പെട്ട് നിന്ന ലോക്കൽ ചർച്ച് എന്താ പറഞ്ഞത്? ഓക്കെ, നമ്മുടെ സഹോദരി അമേരിക്കയിലെ ഇന്ന ലാൻഡിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവാണ്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പറഞ്ഞാലും എല്ലാവരെയും പറഞ്ഞു വിട്ടത്. ചിലരൊക്കെ മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളിലേക്കും പറഞ്ഞു വിട്ടു. അവിടെയൊക്കെ അവരൊക്കെ കുളിര് കൂടിയിട്ട്. അപ്പോൾ എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു ചർച്ചിലെ ഒരു സഹോദരൻ്റെ മകൻ കുളിര് പെയ്യുന്ന സ്ഥലത്തേക്ക് പോയി. അപ്പോൾ പോയ സമയത്ത് ദൂത് കേട്ടാ പോയത്. ഇപ്പോൾ അപ്പനും അമ്മയും കൂടെ പറയുക കുഴപ്പമായിന്ന്. അവൻ അവിടെ ചെന്നതിന് ശേഷം അവന് തണുപ്പ് കൂടുതലാണെന്നാണ് പറയുന്നത്. അവൻ ഇങ്ങനെ കളറുള്ള സാധനങ്ങൾ സേവിക്കുക, ഇങ്ങനെ ഇറുക്കിറുക്കായിട്ട് ഇറക്കി കൊടുത്തു താഴേക്ക്. മഞ്ഞ് പെയ്യുന്ന രാജ്യത്തിൽ, നാട്ടിലെ പുള്ളിക്കാരികൾ പറഞ്ഞതാ, മഞ്ഞ് പെയ്യുന്ന രാജ്യത്തിലേക്ക് ഇവൻ പോകും. അപ്പോൾ സഭ ഒന്നടങ്കം ആമയും പറഞ്ഞു. അവൻ പോയി. അവരിങ്ങനെ ഇറക്കി സിപ്പായിട്ട് വിട്ടോണ്ടിരിക്കുക താഴേക്ക്. അപ്പോൾ അങ്ങനെ എന്നൊക്കെ ഭ്രാന്താ നടക്കുന്നത്. സഹോദരങ്ങളെ, മടങ്ങി വരണം വചനത്തിലേക്ക്. മലയാളക്കരയിൽ അമേരിക്കയിലേക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് പോയവൻ അനുഗ്രഹിക്കപ്പെട്ടവനൊന്നുമല്ല. ദൈവം നിന്നെ അയക്കുകയാണ്. ദൈവം നിന്നെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് അയക്കുകയാണ്. നമ്മളിടയ്ക്ക് പറഞ്ഞതുപോലെ മൊബൈൽ ATM കൗണ്ടർ എന്ന് പറയുമല്ലോ, മൊബൈൽ ATM. അതായത് വണ്ടിയിൽ ATM സെറ്റ് ചെയ്ത് വെച്ചിട്ട് വരുമല്ലോ. അതുപോലെ എന്നെയും നിങ്ങളെയൊക്കെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് ആക്കി വെച്ചിരിക്കുക ദൈവം. എൻ്റെ ഫ്ലൈറ്റ് ഒത്തിരി ദൂരം പോയില്ല. അതായത് 12 മണിക്കൂർ പറന്നില്ല. എൻ്റെ ഫ്ലൈറ്റ് കൊച്ചി എയർപോർട്ടിൽ നിന്ന് പൊങ്ങിയ വഴിക്ക് തന്നെ താന്നു. അതായത് 1 മണിക്കൂർ പറന്നു കഴിഞ്ഞാൽ ബാംഗ്ലൂർ എത്താം. ഒത്തിരി പറക്കണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. തമ്പുരാൻ പറഞ്ഞു ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങി. നിങ്ങൾ കുറച്ച് പേര് ഇറങ്ങിയില്ല. കുറച്ച് പേര് കുറച്ചുകൂടെ പറക്കാൻ പറഞ്ഞു. നിങ്ങൾ കുറച്ച് പേര് പോയി അറബിയുടെ നാട്ടിൽ പോയി ഇറങ്ങി. വേറെ കുറച്ച് പേര് പോയി കുറച്ചും കൂടെ മുന്നോട്ട് പോയി അവിടെ എവിടെയൊക്കെയോ ഇറങ്ങി. കുറച്ച് പേര് 7 കടലിന് അക്കരെ പോയി ഇറങ്ങി. ഈ എന്നെയും നിങ്ങളെയും ഇങ്ങനെ പറപ്പിച്ച് മുന്നോട്ട് വിട്ടത് നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന പോലെയുള്ള അനുഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല. ഉത്തരവാദിത്വം, ദൗത്യം ഭയങ്കരമാണ്. നമ്മളെ ഓരോ ഓഫീസുകളിലാക്കി വെച്ചു, ഓരോ സ്ഥലങ്ങളിലാക്കി വെച്ചു. ചില വെള്ളക്കാരൻ്റെ ഭവനത്തിൻ്റെ അയൽവാസികളാക്കി വെച്ചു, ചില അറബികളുടെ അയൽവാസികളാക്കി വെച്ചു, ചില ആഫ്രിക്കക്കാരൻ്റെ അയൽവാസികളാക്കി വെച്ചു. അല്ലെങ്കിൽ ഏഷ്യ രാജ്യങ്ങളിലെ, വിശേഷിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ വടക്കേ ഇന്ത്യയിലെ ആളുകളൊക്കെ ധാരാളം ഈ പറയപ്പെട്ട പല രാജ്യങ്ങളിലുണ്ട്. അവരുടെയൊക്കെ അയൽവാസികളായിട്ടോ അല്ലെങ്കിൽ അവരുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ആക്കി വെച്ചു. ഞാനും നിങ്ങൾ ദൈവ സാന്നിധ്യം ചുമക്കുന്നവരാണ്. ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ആ സംവിധാനങ്ങളുണ്ട്. സംവിധാനം ഒന്ന്, സമാഗമന കൂടാരത്തിന് മുൻപിൽ വരുമ്പോൾ യാഗപീഠമുണ്ട്, താമ്രയാഗപീഠം. അതല്ലാതെ വീണ്ടെടുപ്പിന് വേറെ യാഗപീഠമില്ല. ഒരേ ഒരു യാഗപീഠം. ആ കാലഘട്ടത്തിൽ ഒരൊറ്റ യാഗപീഠം. ആ യാഗപീഠം വഴി മാത്രം വീണ്ടെടുപ്പ്. ആ കൂടാരമൊക്കെ വൈൻഡപ്പ് ചെയ്ത് ശലോമോൻ്റെ കാലത്ത് യെരുശലേമിലെ ദൈവാലയം പണിതു. യെരുശലേം ദൈവാലയത്തിന് മുൻപിലും വലിപ്പമേറിയ ഒരു താമ്രയാഗപീഠമുണ്ട്. ആ യാഗപീഠം വഴിയാണ് ആ കാലഘട്ടത്തിൽ വീണ്ടെടുപ്പ്. യെരുശലേം ദൈവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോയി സഹോദരങ്ങളെ, തകർന്നുപോയി. ഒരു ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ ദൈവം വെച്ച വ്യവസ്ഥയും സംവിധാനവുമാണ് യെരുശലേമിലെ ദൈവാലയത്തിന് മുൻപിലുള്ള യാഗപീഠം. യെരുശലേം ദൈവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നുപോയി. പിന്നത്തേതിൽ അവൻ്റെ ആലയത്തിൽ തിരശ്ശീല കീറിപ്പോയി. പിന്നെ ഒന്നുകൂടെ പറയണമല്ലോ, അവൻ്റെ പുരോഹിതന്മാരുടെ വസ്ത്രം അവർ തന്നെ കീറിക്കളഞ്ഞു. ഇങ്ങനെ അവരുടെ കാര്യപരിപാടികളെല്ലാം റദ്ദ് ചെയ്തു. പിന്നീട് നാം കാണുന്നത് എന്താ? മാളികമുറി മുതൽ പുതിയൊരു സംവിധാനമാണ്, പുതിയൊരു സംസ്കൃതി ആരംഭിക്കുകയാണ്. പത്രോസ് ഒരു കൂടാരം എന്ന നിലയിൽ സഞ്ചരിക്കുകയാണ്. യോപ്പയിലേക്ക്, കൊർന്നലിയോസിൻ്റെ വീട്ടിലേക്ക്, പിന്നെ എങ്ങോട്ടൊക്കെയാണ്? അങ്ങനെ പല ദിക്കിലേക്ക് സഞ്ചരിക്കുകയാണ്. അതുപോലെ സഞ്ചാരത്തിൻ്റെ ഒരു ഘോഷയാത്രയാണ് നമ്മൾ കാണുന്ന പൗലോസുമായി ബന്ധപ്പെട്ട്. പൗലോസ് അങ്ങനെ സഞ്ചരിക്കുകയാണ്. 1-ാം യാത്ര, 2-ാം യാത്ര, 3-ാം യാത്ര, അങ്ങനെ യാത്രകൾ. പുഴവക്കത്ത് നിൽക്കുന്ന ലുദിയയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ്. ബലിപീഠവുമായിട്ട്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവുമായിട്ട് പൗലോസ് അവിടെ ചെന്ന് നിൽക്കുക. പൗലോസ് സംസാരിച്ചു കൊടുക്കുമ്പോൾ തന്നെ ദൈവസാന്നിധ്യം ലുദിയയ്ക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ലുദിയയ്ക്ക് പാപബോധം വന്നു. ലുദിയ സറണ്ടർ ചെയ്തു. ലുദിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്താ? അവളൊരു ദൈവഭക്തയാണ്. ആ യഹൂദ മതസംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് അതിലെ കാര്യപരിപാടികളെയൊക്കെ വിശ്വസിച്ച് അംഗീകരിച്ച്
ഭക്തിക്കൊത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സഹോദരിയാണ്. അതുകൊണ്ടാണ് ദൈവഭക്ത എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷേ തനിക്ക് പാപബോധം ലഭിച്ചിട്ടില്ല, തനിക്ക് പാപക്ഷമ ലഭിച്ചിട്ടില്ല. പൗലോസ് അടുത്ത് ചെന്നപ്പോൾ തന്നെ തനിക്ക്, ഞാനത് മനസ്സിലാക്കി, അങ്ങനെ എഴുതിയിട്ടില്ല. പൗലോസ് അടുത്ത് ചെന്ന് നിന്ന് തന്നോട് സംസാരിക്കുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം ചുമക്കുന്നൊരു മനുഷ്യനല്ലേ വന്ന് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ആ ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ തന്നെ അതിനകത്തൊരു അഭിഷേകം വ്യാപരിക്കുന്നില്ലേ? ലുദിയായിക്ക് താങ്ങാൻ കഴിയുമോ? ലുദിയായുടെ പാരമ്പര്യത്തെയൊക്കെ വലിച്ചു കീറുകയല്ലേ അല്ലേ? സുവിശേഷം എന്ന കൊടുങ്കാറ്റാണ് പ്രവഹിക്കുന്നത്. സുവിശേഷത്തിൻ്റെ ശക്തിയാൽ ലുദിയ മറഞ്ഞു നിൽക്കുന്ന ആ പാരമ്പര്യത്തിൻ്റെ മറശീലകളെല്ലാം കീറുകയാണ്. ലുദിയായിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ലുദിയയുടെ മുമ്പിൽ പൗലോസ് തുറന്നു കാണിക്കുന്നത് എന്താ? ക്രൂശാണ് തുറന്നു കാണിക്കുന്നത്. ക്രൂശിതനായ ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തുന്നത്. അതായത് മൊബൈൽ ടെമ്പിളായിട്ടാണ് പൗലോസ് അവിടെ സഞ്ചരിച്ചു ചെല്ലുന്നത്. പൗലോസ് എന്ന് പറയുന്ന കൂടാരത്തിൽ യാഗപീഠമുണ്ട്. ഇത്രയും ഇങ്ങനെ നീട്ടി പറഞ്ഞെന്തിനാ? എന്നെയും നിങ്ങളെയും നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കേൾക്കുന്ന എല്ലാവരും വിദേശങ്ങളിലോ ഇന്ത്യ മഹാരാജ്യത്ത് പല സ്ഥലങ്ങളിലും അല്ല, കേരളത്തിൽ തന്നെ ഇരിക്കുന്നവരാ പലരും കേൾക്കുന്നത്. കേരളത്തിൽ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ആ സ്ഥലങ്ങളിൽ നമ്മെക്കുറിച്ച് ദൈവത്തിന് പദ്ധതികളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്. നാം അതിൽ എത്രത്തോളം വിശ്വസ്തരാണ് എന്നൊന്ന് ആരാഞ്ഞു നോക്കാനാണ് ഈ 30-ാം തീയതി ഈ അവസാന നിമിഷത്തെ ഞാൻ നോക്കുന്നത്. നാം എത്രത്തോളം വിശ്വസ്തരാന്നുള്ളത്. സഹോദരങ്ങളെ, ഞാനിങ്ങനെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദീർഘനാളുകളായിട്ട് ഗൗരവതരമായ ആത്മീയ വിഷയങ്ങളൊക്കെ സംസാരിച്ച പല സ്ഥലങ്ങളിലൂടെയും ഞാൻ സഞ്ചരിച്ചു പോന്നു. അപ്പോൾ അങ്ങനെ ആ നാളുകളിൽ സംസാരിച്ച പല കാര്യങ്ങളും ഒരു റിവിഷൻ എന്ന നിലയിൽ അവരോട് പല ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പലരോടും ചോദ്യങ്ങൾക്കൊന്നും ഫലപ്രദമായ മറുപടികൾ വന്നില്ല. ഫലപ്രദമായ മറുപടികൾ 2023 ഒടുവിൽ ഒരു കൊച്ചു നൊമ്പരം എൻ്റെ ഉള്ളിലുണ്ട്. ഒരു കൊച്ചു നൊമ്പരം. പലരും ഗ്രഹിക്കുന്നില്ല, പല കാര്യങ്ങളും വേണ്ട വിധത്തിൽ ഗ്രഹിക്കുന്നില്ല, നല്ല നിലയിൽ ഗ്രഹിക്കുന്നില്ല. കൃത്യമായ മറുപടികൾ പറയാൻ പാകത്തിന് നമ്മുടെ പ്രിയപ്പെട്ടവർ സജ്ജമായി വരുന്നില്ല. പലരോടും ചോദിക്കുമ്പോൾ തപ്പി ഒക്കെ മറുപടി പറയുന്നത്. ആ മറുപടി പറയുന്നതിനിടയ്ക്ക് നമ്മൾ ഒച്ചത്തിലെങ്ങാനും അതാണോ എന്ന് ചോദിച്ചാൽ പിന്നെ പേടിച്ചും പോകും. അതായത് കോൺക്രീറ്റായിട്ട് സംസാരിക്കുന്നില്ല. സംസാരത്തിൽ കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നില്ല. സുവിശേഷത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ഒക്കെയുള്ള പല കാര്യങ്ങളും ഞാൻ പലപ്പോഴും, അതായത് മറ്റ് ഇതര ഡിനോമിനേഷനിൽപ്പെട്ട സഹോദരങ്ങളോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ച് അത് നല്ല നിലയിൽ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇടയ്ക്ക് ഞാൻ അവരോട് ചോദിക്കും, പ്രിയ സഹോദര, ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് ഒരു കോൺഫിഡൻസിലാണോ അല്ലയോ, നീ എങ്ങനെയാ അത് റീഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കാറുണ്ട്, കോൺഫിഡൻസിലാണോ അല്ലയോ എന്ന്. നമ്മൾ കോൺഫിഡൻസിൽ സംസാരിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്നത്. നമ്മൾ തന്നെ തപ്പിത്തടഞ്ഞ് അയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു ഒരു ഉറപ്പല്ല വരുന്നത്. നമ്മൾ അങ്ങനെ പറയാൻ പാകത്തിന് പ്രാപ്തരാകണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇസ്രായേലിനെയൊക്കെ വലിച്ചെടുത്തിട്ടത്. ഈ ഹമാസ് യുദ്ധം ചെയ്തുകൊണ്ടല്ല, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിലുള്ളതാണ്. ഇസ്രായേലിനെ കുറിച്ചും മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് വലിയൊരു ടോപ്പിക്കല്ലേ ഇസ്രായേൽ എന്നൊക്കെ പറയുന്നത്, അല്ലേ? വലിയ ടോപ്പിക്കല്ലേ? അപ്പം ഇസ്രായേലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ഇസ്രായേലിനേക്കാൾ എത്ര ഔന്നത്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്, നമ്മുടെ പദവി പ്രോട്ടോക്കോൾ അനുസരിച്ച് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നൊക്കെയുള്ള കാര്യം അങ്ങനെയല്ലേ നമ്മൾ തിരിച്ചറിയുന്നത്. അത് തിരിച്ചറിയുമ്പോഴല്ലേ ഞാൻ ആദ്യം പറഞ്ഞ സന്തോഷത്തിൻ്റെ തിരത്തള്ളലകത്ത് വരുന്നത്. ഒന്നും കിട്ടിയിട്ടല്ല ഈ സന്തോഷം, ഒന്നും കിട്ടിയിട്ടല്ല. കിട്ടിയതെന്താ? ഒരു സ്വർഗീയ ദാനം. പിതാവ് തൻ്റെ പുത്രനെ നമുക്ക് നൽകി. ആ പുത്രനിലൂടെ നമുക്ക് ലഭിച്ചതെന്താ? നിത്യരക്ഷ. ആ രക്ഷ എന്ന ദാനം നമുക്ക് ലഭിച്ചു. അത് പല ഭാഗത്ത് എഴുതിയിട്ടുണ്ടല്ലോ. ആ രക്ഷയിലേക്ക് വന്നു എന്ന കാരണത്താൽ ദൈവത്തിൻ്റെ പദ്ധതികളും കാര്യപരിപാടികളുമായിട്ട് നാം ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതെല്ലാമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അത് വലിയ ഒരു സന്തോഷത്തിൻ്റെ കാരണമല്ലേ? വലിയൊരു സന്തോഷത്തിൻ്റെ കാരണമാണ്. എന്താ? സങ്കീർത്തനങ്ങൾ 4:7 വാക്യം ഒന്ന് വായിക്കാം. വഞ്ചിച്ചപ്പോൾ ഉണ്ടായതിലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ആർക്കൊക്കെയോ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവർക്കൊക്കെ സന്തോഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാം, എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അപ്പോൾ ധാന്യവും വീഞ്ഞും ഉണ്ടായതുകൊണ്ടല്ലേ എൻ്റെ ഹൃദയത്തിൽ ഈ അധികരിച്ച സന്തോഷം? ആണോ? ധാന്യവും വീഞ്ഞും വർദ്ധിച്ചുകൊണ്ടാണോ? ഒന്നുമല്ല, ഒരിക്കലുമല്ല. ഈ ഒരു ക്ലൈമറ്റിലേക്ക് മടങ്ങി വരണം നമ്മൾ. നമ്മുടെ സഹോദരങ്ങളെല്ലാം ഇങ്ങനെ വന്നവരാണെന്ന് എനിക്കറിയാം.
പക്ഷെ ആരെങ്കിലും അല്ലാതെ കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ല മേലാൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പാകെ പെന്തക്കോസ്ത് സമൂഹത്തിൽ ഇങ്ങനെയും പ്രസംഗങ്ങളുണ്ട്, ഇങ്ങനെയും വ്യത്യസ്തമായ നിലയിൽ കാര്യങ്ങൾ പറയുമെന്ന് അവർ അറിയാൻ വേണ്ടിയിട്ടാണ്. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ ചേർത്ത് വായിക്കാം. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുക. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ടത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പാതി തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. 1-ാം നൂറ്റാണ്ടിലെ ഒരു മൂക്കവനായിരുന്ന മനുഷ്യൻ പത്രോസ് മീൻപിടുത്തക്കാരനായിരുന്നു. ആ പത്രോസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി സംഭവങ്ങളാണ് നമ്മുടെ ഉള്ളിലൂടെ മിന്നി പറഞ്ഞു പോകുന്നത്. അനവധി സംഭവങ്ങളല്ലേ മിന്നി പറഞ്ഞു പോകുന്നത്, ഒത്തിരി കാര്യങ്ങൾ. പത്രോസിനൊരു ആരംഭമുണ്ടല്ലോ. ആ ആരംഭം നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഒരു 4-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം. പത്രോസിൻ്റെ ഒരു ആരംഭ സമയത്ത് കർത്താവുമായിട്ട് പത്രോസ് മുഖാമുഖം വരുന്നൊരു സമയമുണ്ട്. നമ്മൾ പൗലോസ് മുഖാമുഖം വന്നെന്നൊക്കെ പറയാറുണ്ടല്ലോ ദമസ്കോസിൽ വെച്ച്. ഇതുപോലെ തന്നെയാണ് പത്രോസിന് ഒരു മുഖാമുഖമുണ്ട്. കർത്താവ് പത്രോസിൻ്റെ പടകുമായി ബന്ധപ്പെട്ട് പത്രോസിനോട് അടുത്ത് നിന്ന് സംസാരിക്കുകയാണ്. പത്രോസ് പറയാണ്, ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ ഞങ്ങൾ വളരെ അധ്വാനിച്ചു, ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ല, ഒരു ഹൃദയഭാരമുണ്ട്. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടല്ലോ ഹൃദയഭാരമുണ്ട്. അപ്പോൾ ആ ഹൃദയഭാരം അറിഞ്ഞ കർത്താവ് അവരോട് വല നീക്കി ഇടാൻ പറഞ്ഞു. അങ്ങനെ വല അവർ ആഴത്തിലേക്ക് എറിഞ്ഞു. അങ്ങനെ അവിടെ പടക് നിറച്ച് പെരുത്ത മീൻകൂട്ടമാണ് കിട്ടുന്നത്. പെരുത്ത മീൻകൂട്ടം. അത് കഴിഞ്ഞിട്ട് പത്രോസിൻ്റെ കണ്ണങ്ങ് തുറന്നു വരികയാണ്. കണ്ണങ്ങ് തുറന്നു വന്നപ്പോൾ അവനോട് സംസാരിക്കുന്നത് ആരാണ്, അവൻ ആരുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നതെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വന്നപ്പോൾ പത്രോസ് ഭയന്നുപോയി. പത്രോസ് എന്താ പറഞ്ഞത്? ഞാൻ പാപിയായ മനുഷ്യനെന്ന്. ഇവിടെയാണ് ദൈവസാന്നിധ്യം ഫീൽ ചെയ്യുന്നത്. ക്രിസ്തു അവൻ്റെ അടുക്കൽ നിന്നപ്പോൾ അവൻ പറയാണ്, ഞാൻ പാപിയായ മനുഷ്യൻ. അങ്ങനെ കേട്ടിട്ടില്ലേ നമ്മൾ? അങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞാൻ പാപിയായ മനുഷ്യൻ. ഈ സെയിം കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കി. നാം ആകുന്ന കൂടാരത്തിൽ, നാം ആകുന്ന ആലയത്തിൽ, നാം ആകുന്ന മന്ദിരത്തിൽ ഇതേ കർത്താവ്, ഈ പത്രോസിനോട് സംസാരിച്ച കർത്താവ്, ഊഷിക്കപ്പെട്ട ക്രിസ്തു നമ്മിൽ വസിക്കുന്നെങ്കിൽ, ആ സാന്നിധ്യം നമ്മൾ ചുമക്കുന്നെങ്കിൽ, ഗലാത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് എന്താ? ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അങ്ങനെ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഞാൻ ഏതോ ഒരു ഫ്ലൈറ്റിൽ കയറി അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്കോ റഷ്യയിലേക്കോ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഞാൻ പറന്നുപോയി. ആ പോകുന്ന സ്ഥലത്തെല്ലാം ഈ പറഞ്ഞ നിലയിൽ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ പത്രോസുമാർ നമ്മുടെ മുമ്പിൽ വരും, പല മുക്കവന്മാരും നമ്മുടെ മുമ്പിൽ വരും. ആന്ത്രയോസ് വരും, പത്രോസ് വരും, യാക്കോബ് വരും, യോഹന്നാൻ വരും. അങ്ങനെ പലരും നമ്മുടെ മുമ്പിൽ വരും. അങ്ങനെ വരുന്ന വ്യക്തികൾക്ക് വരുന്നവർ പല ആവശ്യങ്ങളുമായിട്ടായിരിക്കും വരുന്നത്. രാത്രി മുഴുവൻ വലയിട്ടിട്ട് ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞായിരിക്കും എല്ലാവരും വരുന്നത്. അതിനൊന്നും കുഴപ്പമില്ല. അപ്പം നമ്മൾ പറയും പ്രാർത്ഥിക്കാം, യെസ് ഓക്കെ അങ്ങനെയൊക്കെ പറയും. ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ദൈവം കൊടുക്കും. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ഞാനിത് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ പേരെൻ്റെ ഉള്ളിലൂടെ കടന്ന് പോവുക. അതായത് 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നൊരു മനുഷ്യനാണ് ചാൾസ് ഫിന്നി. ക്രൈസ്തവ ലോകത്ത് ഒരു ഉണർവ് നായകൻ എന്ന നിലയിൽ വിഖ്യാതമായ പേരിലുടമയാണ് ചാൾസ് ഫിന്നി. അങ്ങനെ ആ ചാൾസ് ഫിന്നി നടന്നു പോകുമ്പോൾ വഴിയിൽ ആളുകൾ അദ്ദേഹം നടന്നു പോകുമ്പോൾ പാപബോധം കൊണ്ട് ജനം കരയുന്ന ആ ഒരു നില. ചാൾസ് ഫിന്നി നടന്നു പോകുമ്പോൾ ആളുകൾ വാവിട്ട് കരയും, മാറത്തടിക്കും. അദ്ദേഹത്തിൻ്റെ ആ ഒരു സാന്നിധ്യം ചാൾസ് ഫിന്നിയുടെ സാന്നിധ്യമല്ല, ചാൾസ് ഫിന്നി ചുമക്കുന്ന സാന്നിധ്യം. ഞാൻ ഇന്ന് പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ വിളിയുടെ ഗൗരവമാണ് പറഞ്ഞു വരുന്നത്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ, അതിൻ്റെ ആഴങ്ങളാണ് പറഞ്ഞു വരുന്നത്. ചാൾസ് ഫിന്നി. അപ്പോൾ അദ്ദേഹം നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് സഹവർത്തിക്കുമ്പോൾ മറ്റു മനുഷ്യർക്ക് പാപബോധം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ദൈവിക ചിന്ത അവരിൽ അവരൊരു ദൈവിക ചിന്ത ഉടലെടുക്കുന്നു. തോളത്ത് കൈയിടാൻ പറ്റില്ലെന്നേ, തോളത്ത് കൈയിടാൻ പറ്റില്ല. എനിക്കൊരു പഴയ നിയമ ഭക്തനായ മനുഷ്യനെ ഓർമ്മ വരിക, യോഹന്നാൻ സ്നാപകൻ്റെ തോളെ കൈയിട്ടിട്ട് ഇന്ന് വൈകിട്ട് നമുക്ക് ഒരുമിച്ച് മറൈൻ ഡ്രൈവിൽ പോയിരുന്നൊരു ഇച്ചിരി കടല തിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാൻ സ്നാപകൻ പറയില്ലേ, ഓടറാന്ന് പറയില്ലേ? ഒരു വലിയ ഉദ്ദേശത്തിനാണ് യോഹന്നാൻ സ്നാപകൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ നിന്ന് കടല തിന്നുന്നുണ്ടല്ലോ, അവർ തിന്നോട്ടെ. ആയിരക്കണക്കിന് ആൾക്കാർ കടല തിന്നുമോ, കടല കൃഷി എന്തെങ്കിലും ചെയ്യട്ടെ. പക്ഷെ യോഹന്നാൻ വഴി നിരത്താൻ വന്നവനല്ലേ, മശിഹായുടെ വഴി ഒരുക്കാൻ വന്നവനാണ് യോഹന്നാൻ സ്നാപകൻ. ദൗത്യം അവൻ്റെ മേൽ കിടക്കുകയാണ്. ഓരോരുത്തരെ എടുത്ത് പഠിക്കുമ്പോഴോ
ഏലിയാവിനെടുത്ത് പഠിക്കുമ്പോഴോ, ഞാൻ ഈ അടുത്തിടയ്ക്ക് ആരോടൊക്കെയോ ഏലിയാവിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഏലിയാവിനെ കുറിച്ച് ഞാൻ അതുമായിട്ടൊക്കെയുള്ള എന്തോ കുറിപ്പ് പണ്ടെങ്ങാണ്ട് എഴുതിയ കുറിപ്പൊക്കെ ആർക്കൊക്കെയോ, ഈ ആളുകൾക്കൊന്നും പണ്ടൊക്കെ ഞാൻ ഈ കുറിപ്പുകളും അതൊക്കെ അയച്ചു കൊടുക്കാറുള്ളൂ. ഇടയ്ക്ക് ഞാൻ പറയാറുണ്ടല്ലോ, അത് ഈ അടുത്ത കാലത്തൊന്നും ചെയ്യാറില്ല. കാരണം അവരെ അലസരാക്കി കളയും. ഞാൻ ഈ അയച്ചു കൊടുക്കുന്ന കുറിപ്പുകളും കാര്യങ്ങളൊക്കെ. അതായത് പിന്നീട് ഞാൻ അവരൊക്കെയായിട്ട് ബന്ധപ്പെടുമ്പോൾ അങ്ങനെ ഒരു കാര്യം വായിച്ചതായിട്ടോ കേട്ടതായിട്ടോ കണ്ടതായിട്ടോ ഒരു ചിന്ത പോലും അവർക്കൊന്നുമില്ല. ഞാനിത് എന്തിനു അയച്ചു തമ്പുരാനെന്ന് ഓർത്തു പോയിട്ടുണ്ട്. ഞാൻ ചോദിക്കാതെ തന്നെ എൻ്റെ സ്വസ്ഥത കളഞ്ഞുകൊണ്ട് ഇടിച്ചു കയറി വരണം എൻ്റെ മേൽ. ആ അയച്ചു തന്ന കാര്യത്തിൻ്റെ ഇന്നിന്ന പേജുകൾ എന്നെ കുലുക്കിക്കളഞ്ഞു. ഓ, വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് വേദപുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായ ഏലിയാവ്, ദൈവശബ്ദത്തിനനുസരിച്ച് ജീവിച്ച മനുഷ്യൻ, അദ്ദേഹത്തെക്കുറിച്ചുള്ള ആ കാര്യങ്ങളുടെ ഒരു നീണ്ട കുറിപ്പല്ലേ ഇത്. വായിച്ചു പോയി എൻ്റെ ഹൃദയം മിടിച്ചുപോയി. ഹൃദയമിടിപ്പ് അല്ലല്ലോ, ഹൃദയം സ്തംഭിച്ചുപോയി. ഹൃദയമിടിപ്പ് ഭയങ്കരമായിരുന്നു. 2.5 ഗോത്രക്കാരുടെ ഇടയിൽ ഗിലെയാദിൽ താമസിച്ച ഏലിയാവ് ഒരു മനുഷ്യനുമില്ല സൂം മീറ്റിങ്ങിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കാൻ. ഒരാളുമില്ല ഏലിയാവിന് ലിങ്ക് അയച്ചു കൊടുക്കാൻ. ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ്, ഒരു വാട്സപ്പും ഇല്ല, ഗ്രൂപ്പും ഇല്ല ഏലിയാവിന്. എന്നാ ഗ്രൂപ്പ്? ഒരു ഗ്രൂപ്പും ഇല്ല. തനിച്ച് നിൽക്കുകയാണ്, ഗിലെയാദിൽ തനിച്ച് നിൽക്കുകയാണ്. ഇതുപോലൊരു പശ്ചാത്തലത്തിലൂടെ ദാവീദ് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതുപോലൊരു പശ്ചാത്തലത്തിൽ ആ വാക്യം ഒന്ന് വായിക്കാം. 1 ശമൂവേൽ 30-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ഞാൻ ഏലിയാവിൻ്റെ കാര്യം പറഞ്ഞ പോലെ സമാനമായ കാര്യം ഇതിനു മുമ്പൊക്കെ വായിച്ചിട്ടുണ്ട്. നിങ്ങളിൽ പലരും മറന്നുപോയിട്ടുണ്ടെന്ന് ഉറപ്പായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും വായിക്കുന്നത്. 30-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ 30-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. അതായത് ദാവീദിനെ കല്ലെറിയണമെന്ന് കൂടെയുള്ള ആളുകളൊക്കെ പറയുകയാണ്. അവർ മറ്റു പല ചിന്തകളിൽ ഭാരപ്പെട്ടിട്ട് അങ്ങനെ സംഭവിക്കുകയാണ്. അതിൻ്റെ അവസാനത്തെ ലൈൻ എഴുതിയിരിക്കുന്നത്, ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ദാവീദ് തന്നെത്താൻ ധൈര്യപ്പെടുത്തി എന്നാണ് അതിൻ്റെ മലയാളം. ദാവീദ് തന്നെത്താൻ ധൈര്യപ്പെടുത്തി. ഇതേ കാര്യം തന്നെയാണ് ഏലിയാവിൻ്റെ കാര്യത്തിലും പറഞ്ഞത്. ഏലിയാവും തന്നെത്താൻ ധൈര്യപ്പെടുത്തി. ഏലിയാവിൻ്റെയൊക്കെ പശ്ചാത്തലം ഞാനിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞത് ഇതൊക്കെ ഭാരത്തിൽ നിന്നാണ് പറയുന്നത്, വലിയ ഭാരത്തിൽ നിന്നാണ് പറയുന്നത്. ദൈവവചനം പലരിലും ക്രിയ ചെയ്യുന്നില്ല. ഈ ദൈവവചനമാണ് ഞാനീ പറയുന്നത് ഈ എഴുത്തുകളിലൂടെയും അല്ലെ പ്രസംഗങ്ങളിലൂടെയൊക്കെ പറയുന്നത്. പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ കരയുന്ന സഹോദരങ്ങളുണ്ട്. പിന്നീട് ഈ പ്രസംഗങ്ങളൊക്കെ പലപ്പോഴും കേൾക്കുമ്പോൾ കരയുന്ന സഹോദരങ്ങളുണ്ട് നമുക്ക്. ചിലർ കൊടുങ്കാറ്റടിച്ചാലും ആ ഒരു കുലുങ്ങില്ല. ഒരു കൊടുങ്കാറ്റടിച്ചാൽ പോലും നമ്മെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? ഈ വചനമൊക്കെ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഹൃദയത്തകർച്ചയിലേക്ക് നമ്മൾ എത്തണം. ദൈവം ആഗ്രഹിക്കുന്നതാണ്, ഒരു ഹൃദയത്തകർച്ചയിലേക്ക് നമ്മൾ എത്തണം. അങ്ങനെ പലപ്പോഴും കാണുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് ഓപ്പണായിട്ടാണ് പറയുന്നത്. ഈ കേൾക്കുന്ന പലർക്കും അത് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പലരെയും വേറെ ചൂണ്ടിയാണ് പറയുന്നത്. അത്തരം ആളുകളെല്ലാം അങ്ങ് ചിന്തിച്ചോളുക, നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വേറെ വെളിയിലുള്ള ആരെയും കുറിച്ചല്ല പറയുന്നത്, നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്തകൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തണം. നമ്മുടെ വിളി ഭയങ്കരമാണ്, വലിയൊരു വിളിയാണ്. ആ വിളിക്കിടയിൽ വലിയ ട്രബിളുകളുണ്ട്, സമ്മതിച്ചു. നിങ്ങളുടെ കുടുംബത്തിൽ ട്രബിളുകളുണ്ട്, നിങ്ങളുടെ ജോലി സ്ഥലത്തിൽ ട്രബിളുകളുണ്ട്, നിങ്ങളുടെ തൊഴിൽശാലകളിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലും ട്രബിളുകളുണ്ട്. ഈ ട്രബിളൊക്കെ എവിടെ കിടക്കും? വിളിച്ച ദൈവത്തിന് തെറ്റുപറ്റിയിട്ടില്ല. ഈ ട്രബിൾ നടക്കുന്നതിനെ വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആക്കിയിട്ട് വിളിച്ചാൽ മതി പോരെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ലതേ. ഈ ട്രബിളിൻ്റെ നടുക്ക് തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. അതിനെയെല്ലാം മറികടക്കണം. അതിനാണ് ഈ പഴയ നിയമ ഭക്തന്മാരുടെ കാര്യം എടുത്ത് പറഞ്ഞത്. പഴയ നിയമ ഭക്തന്മാരുടെ മേൽ നമ്മുടെ മേൽ പകരപ്പെട്ട അഭിഷേകം പോലൊരു അഭിഷേകമില്ല. നമ്മുടെ കയ്യിലുള്ളത് പോലൊരു പുസ്തകം അവരുടെ കയ്യിൽ, ഏലിയാവിൻ്റെ കയ്യിലൊന്നുമില്ല. നമ്മുടെ ചുറ്റും നിൽക്കുന്ന സാക്ഷികളുടെ സമൂഹം പോലെ ഒരു സാക്ഷികളുടെ സമൂഹം ഏലിയാവിൻ്റെ മുമ്പിലില്ല. ഏലിയാവിൻ്റെ മുമ്പിലുള്ള സാക്ഷികളുടെ സമൂഹം ഏതാണെന്നറിയാവോ? ബാലിൻ്റെ കൂട്ടം പ്രവാചകന്മാരും അശേരയുടെ പ്രവാചകന്മാരും പിന്നെ തലതിരിഞ്ഞു പോയ ഇസ്രായേലും. ഏലിയാവിൻ്റെ മുമ്പിലുള്ള സാക്ഷികളുടെ സമൂഹം ഏതാ? ഒരു സൈഡിൽ ബാലിൻ്റെ, ഒരു സൈഡിൽ അശേരയുടെ, പിന്നെ മുൻപിൽ ആരാ ഉള്ളത്? മൊത്തം ഒരു കുഞ്ഞു പോലും. വചനത്തിൽ തെളിവുണ്ടല്ലോ. ഏലിയാവിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ പാകത്തിന് ഒറ്റയാൾ പോലുമില്ല. എന്നിട്ടും ഏലിയാവ് നിന്നു. കാരണം വിളിയെക്കുറിച്ചൊരു തിരിച്ചറിവുണ്ട്.
തനിക്ക് ദൈവമായിട്ടൊരു സമ്പർക്കമുണ്ട്. എന്തുകൊണ്ടാണ് ഈ വർഷത്തിൻ്റെ ഒടുവിൽ ഈ മെസ്സേജിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവരുന്നത്? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നെ ധൈര്യപ്പെടുത്തണം. നിങ്ങൾ പട്ടാളക്കാരെ കുറിച്ച് കേട്ടിട്ടില്ലേ സഹോദരങ്ങളെ? പട്ടാളക്കാർ യുദ്ധമുന്നണി നിൽക്കുമ്പോൾ അവരുടെ കമാൻഡർ മാർച്ച് ചെയ്യാൻ പറഞ്ഞാൽ മാർച്ച് ചെയ്ത് മുൻപോട്ട് പോകും. ഇനി മുൻപോട്ട് വരുമ്പോൾ തൊട്ട് മുൻപിൽ വലിയൊരു ഗർത്തമാണെന്ന് വിചാരിക്കുക. വലിയൊരു ഗർത്തമാണ്. മാർച്ച് ചെയ്ത് ആ ഗർത്തത്തിൻ്റെ അടുത്ത് വരെ വന്നു. അവിടെ വരുമ്പോൾ ഈ പുള്ളി തിരിഞ്ഞു നിന്നിട്ട് കമാൻഡറോട്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും സുപ്രീമായ ആൾ, ഓർഡറിട്ട ആളോട് പറയാ, ഇനി പോകാൻ പറ്റില്ല കേട്ടോ, വലിയ പുഴിയാന്ന്. അങ്ങനെയൊന്നുമില്ല. മാർച്ചിങ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അവർ ലെഫ്റ്റ് റൈറ്റ് പറഞ്ഞ് മുന്നോട്ട് പോയി ആ പുഴിയിലേക്ക് വീഴും. അത്ര തന്നെ. അങ്ങനെ മുൻപോട്ട് പോയി കുറേ ആളുകൾ താഴെ വീഴുമില്ലേ? അവർ മരിച്ചു പോയില്ലേ എന്നൊക്കെ ചോദിക്കും. അവിടെ വ്യക്തികൾക്ക് പ്രാധാന്യമില്ല. എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാകേണ്ടത്, ഈ പട്ടാളക്കാരെ അവരെ ഓരോരുത്തരെയും ഓരോ വ്യക്തികളെന്ന് കണ്ട അവർക്കൊന്നും പ്രാധാന്യമില്ല. അങ്ങനെ അവിടെ രാജ്യത്തിനാണ് പ്രാധാന്യം. അങ്ങനെ അവർ ഓരോരുത്തരെ കുഴി ചാടുന്നു, ചിലപ്പോൾ ചത്തുപോകും, സ്വാഭാവികമാണല്ലോ. അതിന് മുകളിലേക്ക് അടുത്തവൻ വീഴും. അങ്ങനെ ചിലപ്പോൾ ആ കുഴിയിൽ ഇങ്ങനെ വീണ് അത് ഫില്ലാവും. പിന്നെ പുറകിൽ വരുന്ന ഇതൊരു പാലം പോലെ അവരുടെ മുഖത്ത് എവിടെയും കടന്നു പോകും. അങ്ങനെയല്ലേ പട്ടാളത്തിൻ്റെ രീതി? വ്യക്തിപരമായ ചിന്തകൾക്ക് അവിടെ പ്രാധാന്യമില്ല. രാഷ്ട്രത്തിനാണ് പ്രാധാന്യം. അവരുടെ മേലുള്ള ദൗത്യത്തിനാണ് പ്രാധാന്യം. മാർച്ചിങ് ഓർഡർ കിട്ടിക്കഴിഞ്ഞു, മുൻപോട്ട് പോകണം. പ്രതിസന്ധികളെ നോക്കി ഭയപ്പെടാൻ പാടില്ല. ഒന്നിനെ നോക്കി ഭയപ്പെടാൻ പാടില്ല. രാജ്യം അവരോടുകൂടെയുണ്ടെന്നേ, രാഷ്ട്രം അവരോടുകൂടെയുണ്ട്. അങ്ങനെയാണ് ലോകത്തിലെ ക്രമം. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പടയാളികളാണ് നാം ഓരോരുത്തരും. ദൈവരാജ്യത്തിൻ്റെ പടയാളികളായിട്ട് വന്നിരിക്കുന്ന സൈന്യം എന്ന നിലയിൽ നിൽക്കുന്ന നമ്മെ പരിപാലിക്കാനൊരു സ്വർഗമില്ലേ? നമ്മുടെ ജീവിതത്തിലെ കനത്ത പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം എന്നെ ടൂർ പോയേക്കുവാണോ? ദൈവം അറിയുന്നില്ലേ ഒന്നും? വലിയ ട്രബിളിലൂടെ പോകുന്ന സഹോദരന്മാരുണ്ടല്ലോ, അവരെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. നാം സേവിക്കുന്ന ദൈവം, ഇസ്രായേലിൻ്റെ പരിപാലകൻ, ഉറങ്ങുന്നില്ല മയങ്ങുന്നില്ലെന്ന് എഴുതി വെച്ചിരിക്കുക പഴയ നിയമത്തിൽ. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഉറങ്ങുന്നില്ല മയങ്ങുന്നില്ലെങ്കിൽ, കുഞ്ഞാട് തൻ്റെ തങ്കച്ചോറയാൽ വില കൊടുത്ത് വാങ്ങിയ തൻ്റെ വിശേഷപ്പെട്ട ആട്ടിൻകൂട്ടം, തൻ്റെ സമ്പത്തെന്നല്ല എഴുതിയിരിക്കുന്നത്. ആ സമ്പത്തിനെ അതിൻ്റെ മുമ്പിൽ ഉറങ്ങാനോ മയങ്ങാനോ പോകുന്നുണ്ടോ? പോകുന്നില്ല. കാരണം തൻ്റെ കരവലയത്തിലാണ് നാം. എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്ക് കഴിയുമെന്നൊക്കെ ചോദിക്കുന്ന ആ വാക്യമൊക്കെ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നേ അന്ന് മുതൽ എൻ്റെ ഉള്ളിൽ കിടന്ന് മുഴങ്ങുന്ന വാക്യമാണ്. ഒരു പാത്രം എൻ്റെ പുറകെ വന്ന് എന്നെ ആശ്വസിപ്പിക്കുകയോ ബലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന കാലം മുതൽ ഒരു പൊട്ടനെ പോലെ, അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ഭംഗി വാക്ക് പറഞ്ഞാന്ന്. ഒരു ഭംഗിയില്ല, വാക്കുമില്ല. ലേറ്റർലി ഞാൻ പറയുകയാണ്, ഒരു പൊട്ടനെ പോലെ ഞാൻ വിശ്വസിച്ചിട്ടുള്ള വാക്യങ്ങളാണ് യോഹന്നാൻ 10-ാം അധ്യായത്തിലൊക്കെ പറയുന്ന, എൻ്റെ ആടുകൾ എൻ്റെ പിതാവിൻ്റെ കരത്തിലിരിക്കുന്നു, എൻ്റെ ആടുകൾ എൻ്റെ കരത്തിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസം. ഞാൻ പ്രതിസന്ധിയിലൂടെ പോയ മനുഷ്യനാണ്. ഞാൻ തീക്കനലിൽ ചവിട്ടിപ്പോയ മനുഷ്യനാണ്. തീക്കനലിലൂടെ ചവിട്ടിപ്പോയ മനുഷ്യനാണ്. നിങ്ങൾ വിചാരിച്ചെന്താ, ടാറ്റൊക്കെ ഇട്ട് നല്ല തേച്ച് കുട്ടപ്പനായിട്ട് വന്നിരിക്കുന്നതാണിപ്പോൾ കേമനാന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല. തീക്കനലിലൂടെ ചവിട്ടിപ്പോയിട്ടുണ്ട്. ആ തീക്കനലിലൂടെ പോയപ്പോൾ അന്നേരം ഞാൻ ആശ്വസിച്ചൊരു വാക്യമുണ്ട് യെശയ്യാവ് 63-ാം അധ്യായത്തിൽ. ആ കാലഘട്ടത്തിൽ ഞാൻ പാസ്റ്ററൊന്നുമല്ല, വേറെ ഒരു സാധാരണ വിശ്വാസി. അങ്ങനെ ആയിരക്കണക്കിന് വാക്യങ്ങളൊന്നും എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കുറച്ച് വാക്യങ്ങളേ ഉള്ളൂ. ആ വാക്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ഐശയ്യാ 63:9. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു, അവൻ്റെ സമ്പത്തോടെ അവരെ രക്ഷിച്ചു, തൻ്റെ സ്നേഹത്തിൻ്റെ കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു, പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൻ്റെ ഇരുമ്പുലയിൽ നിന്ന് വീണ്ടെടുത്തു, അല്ലെങ്കിൽ വിടുവിച്ചു കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന കാലത്ത് തൻ്റെ സ്നേഹത്തിലും കനിവിലും അവനവരെ വീണ്ടെടുത്ത്, പുരാതന കാലത്തൊക്കെയും എങ്ങനെയാ? തൻ്റെ സ്നേഹത്തിലും കനിവിലും അവനവരെ വീണ്ടെടുത്ത്, പുരാതന കാലത്തൊക്കെയും അവനവരെ ചുമന്നുകൊണ്ട് നടന്നു. മിസ്രയീമിലെ ചന്തയിലെ ഒരു ആടിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത ഈ ഇസ്രായേൽ ജനത്തെ പുരാതന കാലത്ത് വലിയവനായ ദൈവം വഴിയാത്രയിൽ അവരുടെ ചെരുപ്പ് തേയാതെ, അവരുടെ കാല് വിങ്ങാതെ, അവരുടെ വസ്ത്രം പിഞ്ഞിപ്പോകാതെ അവരെ പരിപാലിച്ചു കൊണ്ടുപോയി. മാത്രമല്ല
ദുർഘട മേടുകളിൽ അവരെ ചുമന്നുകൊണ്ട് പോയെങ്കിൽ ഈ വലിയവനായ ദൈവം തൻ്റെ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുത്ത ഒരു പുതിയ ദൈവ ഭക്തൻ എന്ന നിലയിൽ എന്നെ ചുമക്കാതിരിക്കുമോ? എന്നെ വലിച്ചെറിയുമോ? എന്നെ ചെന്നായിക്ക് വിട്ടുകൊടുക്കുമോ? അങ്ങനെ ചിന്തിക്കുന്നത്? അങ്ങനെ സംശയിക്കുന്നത് എങ്ങനെയാ? അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. സഹോദരങ്ങൾ, എത്രയോ വർഷം മുമ്പ്, 10-20 വർഷം മുമ്പ് എൻ്റെ ഉള്ളിൽ കിടന്ന് മുഴങ്ങിയത ഈ വാക്യം. ഈ പറയപ്പെട്ട കാലത്ത് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ദുശാഠ്യമുള്ള ജനം, ഈ ജനത്തെ ഒടുവിച്ചു കൊണ്ടുവന്ന ആ കാലത്ത് ഇവരെ ചുമന്നുകൊണ്ടുപോയി. കാരണം ദുർഘടമേടുകളുണ്ടായി. ആ സമയത്തൊക്കെ ചുമലിൽ വഹിച്ചു കൊണ്ടുപോയി ഇടയൻ, നല്ലിടയൻ. ആ സമയത്തൊക്കെ ഇടയൻ ഇവരെ ചുമലിൽ വഹിച്ചു കൊണ്ടുപോയി, നല്ലിടയൻ. അങ്ങനെയെങ്കിൽ എൻ്റെ കർത്താവ് യേശു ക്രിസ്തു എന്ന നല്ലിടയൻ എൻ്റെ ജീവിതത്തിൽ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. ഓരോരുത്തരും നമ്മൾ പലപ്പോഴും കഴിഞ്ഞ നാളുകളിൽ സഹോദരന്മാർ നമ്മൾ ഒരുമിച്ചിരുന്ന് വലിയ പ്രതിസന്ധികളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഒരു ദൈവദാസൻ എന്ന നിലയിൽ എനിക്ക് ആശ്വസിപ്പിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ, പ്രാർത്ഥിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. വേറൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, നിസ്സഹായനാണ്. ആ സമയത്തൊക്കെ ഞാൻ ദൈവമുഖത്തേക്ക് നോക്കുന്നുണ്ട്. ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ബോധ്യം, എന്താ നിന്റെ ജനം വചനത്തിൽ ആശ്വസിക്കാത്തതെന്നാണ് എനിക്ക് കിട്ടുന്ന ദൈവിക സന്ദേശം. നിന്റെ ജനം എന്താണ് വചനത്തിൽ ബലം പ്രാപിക്കാത്തത്? എന്താണ് അവർ വചനത്തിൽ ആശ്വാസം കണ്ടെത്താത്തത്? മുറിവുകളെ അവര് വചനത്തിലൂടെ എത്തുകൊണ്ട് ആ ആശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. റോമാലേഖനം 15-4 വാക്യം, Romans 15:4. എന്നാൽ ഇന്ന് എഴുതിയിരിക്കുന്നതൊക്കെ നമ്മുടെ ഉപദേശത്തിനായി നമുക്ക് തീപ്പറ്റുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകണമെന്ന് എഴുതിയിരിക്കുന്നു. നമ്മുടെ ഈ ഓൺലൈൻ സംവിധാനത്തിൽ നമ്മൾ പലപ്പോഴായിട്ട് വളരെയധികം സമയം പഴയ നിയമത്തിൽ നിന്ന് സംസാരിക്കാറുള്ളവരാ. പഴയ നിയമ ഭാഗങ്ങളെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പുതിയ നിയമത്തിൽ വന്ന് നിന്ന് സംസാരിക്കും. അപ്പോൾ ഇവിടെ പറയുന്ന തിരുവെഴുത്ത് എന്ന് പറയുന്ന പഴയ നിയമ ഭാഗങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ പഴയ നിയമ ഭാഗങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഈ റോമാലേഖനമൊക്കെ എഴുതുന്ന കാലത്ത് പുതിയ നിയമത്തിലെ പുസ്തകങ്ങളെല്ലാം വന്നിട്ടില്ലല്ലോ. നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത് തിരുവെഴുത്ത് എന്ന് പറയുന്നത് പഴയ നിയമ പുസ്തകങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. ആ തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന ഒരു ആശ്വാസമുണ്ട്. പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നൊരു വാക്യമില്ലേ? യെശയ്യാ 53 എഴുതിയിരിക്കുക, പിതാവായ ദൈവം തൻ്റെ പുത്രനെ കാൽവറിയിൽ തകർത്ത് കളഞ്ഞെന്ന്. പിതാവായ ദൈവം തൻ്റെ പുത്രനെ കാൽവറിയിൽ തകർത്ത് കളഞ്ഞു, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി എന്ന് പറഞ്ഞ് അവിടെ അവസാനിക്കുകയല്ല. പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് ചിന്ത മാറി പറയണം, ഓക്കേ, ഇതാർക്ക് വേണ്ടിയാണ് തകർത്തത്? എനിക്ക് വേണ്ടിയല്ലേ തകർത്തത്? എന്നെ പ്രതിയല്ലേ തകർത്ത് കളഞ്ഞത്? എൻ്റെ ആശ്വാസത്തിന് വേണ്ടിയല്ലേ? അവൻ്റെ അടിപ്പെടരാൻ എനിക്ക് ആശ്വാസമുണ്ടല്ലോ. അതല്ലേ ഇപ്പോൾ വായിച്ചത്? തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന ആശ്വാസം. ഈ തിരുവെഴുത്തുകളെല്ലാം സവിസ്തരം പ്രസംഗിച്ചും പഠിപ്പിച്ചും വെളിപ്പെടുത്തിയും കൊണ്ടുവരുമ്പോൾ പിക്ചർ തെളിഞ്ഞു വരികയല്ലേ? ദൈവസഭയുടെ പിക്ചർ തെളിഞ്ഞു വരികയാണ്. ദൈവസഭ എന്ന പിക്ചർ തെളിയപ്പോൾ അതിനകത്ത് മറഞ്ഞിരിക്കുകയാണ് ക്രിസ്തു. ദൈവസഭ എന്ന പിക്ചർ ക്ലിയറായി വരുമ്പോൾ അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ആരാ? ക്രിസ്തു മറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദൈവസഭയെക്കുറിച്ച് ആഴത്തിലുള്ള പഠനങ്ങൾ വരുമ്പോൾ ക്രിസ്തു വെളിപ്പെടും. അങ്ങനെയല്ലേ ഇതിൻ്റെ കാര്യം? അപ്പം തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന ആശ്വാസം, വചനത്തിലൂടെ ആശ്വാസം കണ്ടെത്തണം, വചനത്തിലൂടെ ബലം പ്രാപിക്കണം. അതിനാണ് ഞാൻ ഇത്രയും നീട്ടി പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പല സഹോദരങ്ങളോടും ഇങ്ങനെ സംസാരിച്ച് പോയ കൂട്ടത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് അതെവിടെയാ? ഒരു സ്നാനത്തോടുള്ള ബന്ധത്തിൽ, അടുത്ത ദിവസം നമ്മുടെ ഒരു സഹോദരൻ സ്നാനപ്പെട്ടല്ലോ. ആ സ്നാനത്തോടുള്ള ബന്ധത്തിൽ അവിടെ ദൈവവചനം പങ്കുവെച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഇടയായ ഒരു കാര്യമാണ്, പൊതുവെ ആളുകളെല്ലാം ഇങ്ങനെ ഈ ഭൗതികമായ ഒരു ഉന്നതി ആഗ്രഹിക്കുന്നവരാണ്. മിക്കവാറും മനുഷ്യരൊക്കെ അങ്ങനെയാണ്. ഒരു കംഫർട്ടായിട്ടുള്ള ഒരു സംവിധാനമൊക്കെ തെറ്റായ കാര്യങ്ങളല്ലല്ലോ. കംഫർട്ടായിട്ടിരിക്കണം, നല്ല പശ്ചാത്തലങ്ങൾ, ജോലി, പിന്നെ പഴ്സ് നല്ല കനത്തിൽ, ഒത്തിരി കനം വേണ്ട, അത്യാവശ്യം കനത്തിൽ ഒക്കെ ആഗ്രഹിക്കുന്നു. സഞ്ചാരത്തിന് വാഹനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യപരിപാടികളും ഓക്കെയായി വന്നാൽ മുഖം തെളിഞ്ഞു വരും. അപ്പം ഈ ലോകത്തിലുള്ള ആളുകളെല്ലാം സാമാന്യം നല്ല രീതിയിലൊക്കെ നടക്കുന്നു. നല്ല രീതിയിൽ നടക്കുമ്പോൾ നമ്മുടെ പല പ്രിയപ്പെട്ടവരുടെ ഉള്ളിലൊരു ചിന്ത വരും, അവരൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, നമുക്കും ആയാൽ എന്താ കുഴപ്പമെന്ന്, നമുക്കും അങ്ങനെയൊക്കെ ആയാൽ എന്താ കുഴപ്പമെന്ന്. ദൈവം അനുവദിക്കണ്ടേ? ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ അനുഭവിക്കുക. ആ ദൈവത്തെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട്
സമ്മർദ്ദ തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറയാനായിട്ട് ഇത്രയും വചനം വെളിപ്പെട്ട് കിട്ടിയവർ പോകരുത്. ഇത്രയും വചനം വെളിപ്പെട്ട് കിട്ടിയവർ ആ വചനത്തെങ്കിൽ നിന്നുകൊണ്ട് സന്തോഷിക്കണം, ആനന്ദിക്കണം. പിന്നെ ദൈവം നമുക്ക് നമ്മുടെ തൊഴിലിനോടുള്ള ബന്ധത്തിൽ, മറ്റ് കാര്യങ്ങളോടുള്ള ബന്ധത്തിലൊക്കെ അലോട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ തൃപ്തരായിരിക്കണം. 2023 ഒടുവിൽ ഞാൻ പറയുകയാണ്, എൻ്റെ വാത്സല്യ സ്നേഹിതർ തൃപ്തരായിരിക്കണം. അതാണ് എനിക്ക് ഇന്ന് തരാനുള്ള സന്ദേശം. നിങ്ങൾ തൃപ്തരായിരിക്കണം. നിങ്ങളോട് പ്രസംഗിക്കുന്ന ദൈവദാസനായ ഞാൻ തൃപ്തിയിലിരുന്നു കൊണ്ടാണ് പ്രസംഗിക്കുന്നത്, വളരെ തൃപ്തിയിലിരുന്നു കൊണ്ടാണ്. ഈ ദിവസങ്ങളിൽ എന്നോട് പല സഹോദരങ്ങളും പല രാജ്യങ്ങളിലിരുന്നു കൊണ്ട് എന്നോട് സംസാരിച്ചു. ഈ 2023 ഒടുവിൽ പാസ്റ്ററെ, ചില കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ ഉള്ളിൽ ചില നിയോഗങ്ങൾ തോന്നുന്നു, ദൈവദാസനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. അപ്പം ഞാൻ അവർക്ക് കൊടുത്ത സന്ദേശം ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നിങ്ങളുടെ ഉള്ളിലൊരു സ്നേഹം കൊണ്ട് വന്ന ചിന്തയാണ്, അത് സാരമാക്കണ്ട. അപ്പോൾ ഞാൻ തൃപ്തനായിട്ടിരിക്കുകയാണ്. 1-2 മാസത്തേക്ക് ഞാനങ്ങ് പോകും മുന്നോട്ട്. സ്വർഗത്തിലെ ദൈവം അനുവദിച്ച് അങ്ങനെ അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ, അന്നേരം നമുക്ക് വീണ്ടും സംസാരിക്കാം. അതുവരെങ്കിലുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. മഹാകൃപയാൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഒരു വാക്യം നമ്മുടെ മുമ്പിലുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിൽ കർത്തൃ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ അന്നന്നത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ളൊരു ഒരു 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 കാര്യം. അന്നന്നത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്ന് ചോദിച്ചിട്ടിട്ട് നമുക്കിവിടെ പതിയെ അവസാനിപ്പിക്കാം. അതിൻ്റെ ആൻസറുകളിലേക്കെല്ലാം ഞാൻ പോകുന്നില്ല, അതൊരു വിഷയമാണ്, പിന്നീട് സംസാരിക്കാം. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് മറുപടി പറയും സഹോദരിമാരെ? അന്നത്തേക്കുള്ള ആഹാരം എന്ന് പറയുന്നത് നമുക്ക് ഉപ്പും മുളകും മേടിക്കുന്ന കാര്യമല്ല, അതൊരു ഭൗതിക വിഷയമല്ല, ശാപ്പാടിൻ്റെ വിഷയമല്ല. കാരണം ഇത് ദൈവരാജ്യ സംബന്ധിയായ പ്രാർത്ഥനയാണ്. നിന്റെ രാജ്യം വരണമേ, അങ്ങനെ പറഞ്ഞാൽ തുടങ്ങുന്നത്. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അന്നത്തേക്കുള്ള ആഹാരം പറയുന്നത്. അതിന് വിശദീകരണമുണ്ട്, അതിന് വാക്യങ്ങൾ എടുക്കണം. പല ഭാഗങ്ങളിലൂടെ പോയി കയറി ഇറങ്ങി കർത്താവ് ശിഷ്യന്മാരുമായിട്ടുള്ള ആ പരസ്യ ശുശ്രൂഷയുടെ 3.5 വർഷത്തെ ഒന്ന് വിശദമാക്കണം. അത് വിശദമാക്കി കഴിയുമ്പോഴാണ് പിന്നെ പുതിയ നിയമസഭയുടെ ആരംഭമൊക്കെ ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊണ്ടിരുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് സന്ദേഹങ്ങളില്ലാതെ മനസ്സിലാകും. അതിന് ഞാനിപ്പോൾ തുനിയുന്നില്ല, അത് നമുക്ക് പിന്നീടൊരു ദിവസത്തേക്ക് വെക്കാം. ഇടയ്ക്കൊന്നങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് എന്താ, തൃപ്തിയുള്ള ഒരു അനുഭവം. ഞാൻ തൃപ്തിയിലിരുന്നു കൊണ്ട് നിങ്ങളോട് ദൈവവചനം പറയുന്നു. നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു സഹോദരൻ മധ്യ കേരളത്തിലെ ഒരു പ്രമുഖമായ ഹോസ്പിറ്റലിരുന്ന് തൻ്റെ പിതാവിനെ കഴിഞ്ഞ രാത്രിയിൽ, വൈകിയ രാത്രിയിൽ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ആ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് ആ പ്രിയപ്പെട്ടവൻ കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തോടും പറയാനുള്ളത്, ബാക്കിയുള്ളവരോടും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ: നാം തൃപ്തരായിരിക്കണം. ദൈവം നോക്കുകയാണ് നമ്മുടെ ഹൃദയങ്ങളെ, ദൈവം ആരായുകയാണ് നമ്മുടെ ഹൃദയങ്ങളെ. തൃപ്തരാണോ? ഞാൻ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ചിന്തിച്ച ഒരു കാര്യമാണ്. അതായത് വളരെ പരിമിതമായൊരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ അന്നേരം പോകുന്നത്. ആ പരിമിതമായ സാഹചര്യത്തിൽ എൻ്റെ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടത്തിൽ ഞാൻ വന്ന സ്ഥലത്ത് എനിക്ക് അധികം സംവിധാനങ്ങളില്ല. ആ സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കുറച്ച് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ഫർണിഷ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാനീ പറഞ്ഞത്, അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ നല്ല നിലയിൽ വചനം ധ്യാനിക്കാൻ കഴിയുമായിരുന്നല്ലോ. കൂടുതൽ നല്ല നിലയിൽ വചനം ധ്യാനിക്കാൻ കഴിയുമായിരുന്നല്ലോ. കുറച്ച് ചെരിഞ്ഞിരിക്കാമായിരുന്നല്ലോ, കുറച്ച് വളഞ്ഞിരിക്കാമായിരുന്നല്ലോ, കുറച്ച് അങ്ങനെ ഇരിക്കാമായിരുന്നല്ലോ, ഇങ്ങനെ ഇരിക്കാമായിരുന്നല്ലോ എന്നൊക്കെ ചിന്ത വന്നിട്ടുണ്ട്. പെട്ടെന്ന് എൻ്റെ ഉള്ളിലൂടെ വന്നൊരു ചിന്ത ഇത്രയേ ഉള്ളൂ: ഈ പരിമിതമായ സാഹചര്യത്തിലും സ്വർഗത്തിലെ ദൈവത്തിന് നിനക്ക് വചനം വെളിപ്പെടുത്തി തരാൻ കഴിയും, വെളിപ്പാടുകൾ നൽകാൻ കഴിയും. ഈ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ, ഈ പശ്ചാത്തലത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ജനത്തിനിടയിലേക്ക് കടന്നുപോയി ഈ സുവിശേഷം അറിയിക്കുക, വിശുദ്ധന്മാരെ ദൈവവചനം പഠിപ്പിക്കുക. ഇനി കാര്യങ്ങളൊക്കെ കംഫർട്ടായിട്ട് വന്നതിന് ശേഷമാണ് പ്രസംഗിക്കാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരവസ്ഥയാണ്? അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? അങ്ങനെ ബോധ്യങ്ങളൊക്കെ തന്നതിന് ശേഷം സഹോദരങ്ങളെ, തൃപ്തി എന്നൊരു നിലയിലേക്ക് വന്നു. ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ തൃപ്തിയിലേക്ക് വന്നോ, അന്ന് മുതലാണ് എനിക്ക് വചനം വെളിപ്പെട്ടു തുടങ്ങിയത്, ദൈവവചനം ഘോഷിക്കാൻ കഴിഞ്ഞത്. ഒരു സ്ഥലത്ത് ഞാൻ 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് 30 ദിവസം ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. അതാണ് ജീവിതത്തിലെ ഒരു വലിയ സംഭവം, 30 ദിവസം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ കേരളത്തിലേക്ക് വരിക. അതൊരു വിദേശ സ്ഥലത്താണ്. കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കൊട്ടാരക്കര ഒരു ചർച്ചിൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുക. അതിൻ്റെ അവസാനത്തെ ഒരാഴ്ച ഞാൻ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ദൈവവചനം പറയുകയാണ്. അതിന് മുൻപുള്ള ആ ആഴ്ച 2 ആഴ്ച വരുമല്ലോ, ആ 2 ആഴ്ച
പലരും വരുന്നുണ്ട് അവിടെ. എല്ലാവരും ഒരു ദിവസം മാത്രം സംസാരിക്കുന്നു. രാവിലെയും വൈകിട്ടും, ചിലർ രാവിലെ മാത്രം, ചിലർ വൈകിട്ട് വരും. അങ്ങനെയൊക്കെയാണ് സംസാരിച്ചു പോകുന്നത്. അപ്പോൾ അതിൽ ചിലർ ചോദിച്ചു, ഈ അവസാനത്തെ ആഴ്ചകളിലൊക്കെ ആരാ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ തന്നെയാണ് വരുന്നത്. ആ ആൾ തന്നെയാണ് ഒരാഴ്ച മുഴുവനെന്ന്. അപ്പോൾ അവർ ചോദിച്ചു, ഒരാഴ്ച എന്നാ പറയുന്നതെന്ന് ചോദിച്ചു. ഒരാഴ്ച മുഴുവൻ നിന്ന് എന്നാ പറയുന്നതെന്ന്. ഞാനത് നെഗറ്റീവായിട്ടല്ല കേട്ടോ പറഞ്ഞത്, നിങ്ങൾ വേറെ രീതിയിൽ എടുക്കരുത്. ആ ദൈവദാസനിൽ നിന്ന് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കിലാണ് ഞാനിത് പറയുന്നത്. ഈ ഒരാഴ്ച ഇങ്ങനെ എന്നാ പറയാൻ പോകുന്നതെന്ന്. അവർ രാവിലത്തെ സെക്ഷൻ കഴിഞ്ഞ് പോയി വേറെ ചർച്ചിലേക്ക് പോകും, വൈകിട്ടത്തെ കഴിഞ്ഞ് അടുത്ത ചർച്ചിലേക്ക് പിറ്റേ ദിവസം പോകും. അപ്പോൾ ഇതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് മാറി മറിഞ്ഞിരിക്കാനായിട്ട് അങ്ങനെ കാര്യങ്ങളങ്ങ് പോകും. അപ്പോൾ ദൈവത്തിൻ്റെ മഹാകൃപയാൽ ആ ഒരാഴ്ച അവിടെ കണ്ടിന്യൂസ് ആയിട്ടൊരു സബ്ജക്റ്റ് തുറക്കാൻ കഴിഞ്ഞു. അതിന് മുൻപ് ഇങ്ങനെയൊക്കെ നിന്ന് സംസാരിക്കാൻ പറ്റിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒറ്റ കാര്യമാണ് പറഞ്ഞത്, എന്ന് തൃപ്തിയിലേക്ക് വന്നോ, എന്ന് പരാതികൾ അവസാനിച്ചോ. അപ്പോൾ ഇപ്പോൾ പരാതിയില്ലേ? ഇപ്പോൾ ഇല്ല. അങ്ങനത്തെ പരാതികളൊന്നും എനിക്ക് ഉണർത്തിക്കാനില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ യോഗ്യനല്ല. ഈ പുസ്തകമായിട്ട് നിന്ന് ഇത്രയും വിശുദ്ധന്മാരുടെ നടുവിൽ നിൽക്കാൻ എനിക്ക് ഒരു യോഗ്യതയുമില്ല. ആ അയോഗ്യനായി എന്നെ ലിഫ്റ്റ് ചെയ്തു, തൻ്റെ ആലോചനാ സഭയിൽ നിർത്തി. വെളിപ്പാടുകളുടെ കലവറകൾ പലപ്പോഴായിട്ട് തുറന്നിട്ടുണ്ട്. ഏതാണ്ട് 4 വർഷമായി ന്യൂസിലാൻഡിൽ നമ്മുടെ ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു പോകുന്നു. അവിടെ 2 വർഷക്കാലം തുടർമാനമായിട്ട് സമയമെടുത്തിട്ടാണ് ടാബർനാക്കിൾ എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് സംസാരിച്ചത്. അപ്പം ഞാൻ എന്തോ കേവത്തം പറഞ്ഞു എന്ന് നിങ്ങൾ ധരിക്കരുത്. അങ്ങനെയല്ല പറഞ്ഞു വന്നതിൻ്റെ സാരം. ഒരു കീ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വയ്ക്കുക. എന്താ കീ? ദേവദാസന്മാർ എന്നെ കേൾക്കുന്നുണ്ട്, മേലാൽ പിന്നെയും കേൾക്കും. ശുശ്രൂഷയിൽ ഇറങ്ങാൻ പ്ലാനുള്ളവർ കേൾക്കും. വല്ല ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരും ചിലപ്പോൾ കേൾക്കാൻ ഇടവരും. നിലവിൽ അങ്ങനെയുള്ള പിള്ളേരൊന്നും നമ്മളെ കേൾക്കാൻ വരാറില്ല. ആരെങ്കിലും എപ്പോഴെങ്കിലും അവരുടെ ചെവിയിൽ ഇത് കേൾക്കാൻ ഇട വന്നാലോ? വളരെ പരിമിതമായ സാഹചര്യത്തിലൂടെ ഞാൻ കടന്നുപോയപ്പോഴാണ് തൃപ്തി എന്ന വിഷയം എന്നെ സ്പർശിച്ചത്. തൃപ്തി എന്ന വിഷയം. ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നു. വെറും ബിസിനസ്സുകാരനല്ല, ഒരു വ്യവസായിയായിരുന്നു. എല്ലാം വിട്ട് ഈ വഴിയിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ അതൊരു ചെറിയ കാര്യങ്ങളാണ്. ചിലർ പറയുമല്ലോ, വലിയ ജോലിയൊക്കെ വിട്ടിട്ട് വന്നു. എന്നോ ജോലിയാണ് നീ വിട്ടത്? നീ വലിയ ജോലി വിട്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു ജോലിയും വിട്ടിട്ടില്ല. ഞാനൊരു ബിസിനസ്സൊക്കെ നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ചത്. അതിന് ഒരു മഹത്വമില്ല കേട്ടോ, ഒരു മഹത്വമില്ല. ഞാനിന്ന് മഹത്വമുള്ള വേലയിലായിരിക്കുന്നു. മഹത്വമില്ലാത്തൊരു തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഒരു ഗോൾഡൻ ചാൻസ് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? പുറംകാലം കൊണ്ട് തട്ടി എറിഞ്ഞ് കളഞ്ഞു. അതൊക്കെ പുറംകാലം കൊണ്ട് തട്ടി എറിഞ്ഞ് കളഞ്ഞു. എന്നിട്ട് മഹത്വമുള്ള ജോലിയിലേക്ക് പ്രവേശിച്ചു. കേട്ടല്ലോ? ഒരു മഹത്വമില്ലാത്ത തൊഴിൽ, ആ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന എന്നെ വിളിക്കട്ടെ, വിളി വന്നപ്പോൾ ഗോൾഡൻ ചാൻസ്. ഈ ഗോൾഡൻ ചാൻസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് കേട്ടിരിക്കുന്നത്? പിന്നെ ഇന്ന സ്ഥലത്തേക്കുള്ള വിസ വന്നപ്പോൾ ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്ത് സഭ ഒന്നടങ്കം പ്രാർത്ഥിച്ചു. പാസ്റ്റർ പ്രാർത്ഥിച്ചു, പാസ്റ്ററിൻ്റെ പെമ്പിള പ്രാർത്ഥിച്ചു. അങ്ങനെ അവരും ഒക്കെ പ്രാർത്ഥിച്ചു. ചാൻസ് ഒത്തുവന്നു. നമ്മൾ പ്രതീക്ഷിച്ച ആ എമൗണ്ട് ഒന്നും ചിലവാക്കാതെ തന്നെ മോള് അല്ലെങ്കിൽ മോൻ ഇന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അത് വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും നമ്മൾ പറയാറുണ്ട്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളോട് ചേർന്ന് പറയുകയാണ്, എൻ്റെ അനുഭവം പറയുകയാണ്, ഈ വർഷാവസാനം പറയുകയാണ്. എനിക്കൊരു ഗോൾഡൻ ചാൻസ് വീണു. വളവുനൂൽ എനിക്ക് മനോഹരദേശത്ത് വീണെന്ന് പറഞ്ഞതുപോലെ എനിക്കൊരു ഗോൾഡൻ ചാൻസ് വീണു. എൻ്റെ ബിസിനസ്സൊക്കെ സ്വർഗത്തിൽ ദൈവം അടച്ചുപൂട്ടി ഗോദറേജിൻ്റെ താഴിട്ട് പൂട്ടി. അതിനു മുമ്പ് അവിടെ കുറേ ഉപദേശിമാർ, ഈ പെന്തിക്കോസ്തുകാരുടെ ഇടയിലുള്ള പ്രവാചകന്മാരെന്നൊക്കെ പറയുമല്ലോ, അവരിങ്ങനെ ഫ്രീലാൻസ് പ്രവാചകന്മാരായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അവരവിടെ വന്നിട്ട് എന്തെല്ലാമൊക്കെ പറഞ്ഞാന്നറിയാവോ? ഒരിക്കലും ഒരു ശക്തിക്കും കഴിയില്ല ഇത് താഴിട്ട് പൂട്ടാൻ എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ സാധനം അടച്ചു പൂട്ടാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന്. എന്നതാ പുള്ളികളോട് നമുക്ക് പറയാനുള്ളത്? നീ എവിടെ നിന്ന് വന്നെന്ന് ചോദിക്കാം അല്ലേ? എന്നതാ അവരോട് പറയേണ്ടത്? ഒരു ശക്തിക്കും കഴിയില്ലെന്ന്. ദൈവദാസനെ ഈ സമുദായ സമയമൊക്കെ വിട്ടിട്ട് ഈ വിശ്വാസമാർഗത്തിലേക്ക് വന്ന് സ്നാനപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നിരിക്കുന്ന നിന്റെ ഈ സ്ഥാപനം ഈ ദേശത്ത് വെച്ചടി കയറ്റമായിരിക്കും. പിന്നെ ഏതാ ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെയാണ് പറയുന്നത്. വ്യത്യാസം എന്നാ? അവസാനം ഗോദ്രേജിൻ്റെ താഴെ വന്ന് ഇത് പൂട്ടിപ്പോയതുകൊണ്ട് ഞാൻ ഈ പുസ്തകമായിട്ട് നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നു. പൂട്ടിപ്പോയതുകൊണ്ടല്ല, തമ്പുരാൻ തുനിഞ്ഞിറങ്ങി വന്ന് പൂട്ടുകാർന്നു. എനിക്ക് കണ്ണാലെ കാണാം. ഞാൻ അതുകൊണ്ട് ഒരു മനുഷ്യനോടും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പ്രാർത്ഥിക്കണേ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് കൃത്യമായ ബോധ്യത തരുന്നത് തകിടം മറിയാൻ പോവുക. തകിടം മറിയുമ്പോൾ എങ്ങനെയായിരിക്കും?
ഇങ്ങനെ തല കീഴ്ക്കിടാൻ തൂക്കി മറിയും. അങ്ങനെ അങ്ങ് മറിക്കുകയാണ്. മറിച്ച് കഴിഞ്ഞിട്ട് താഴോട്ട് പൂട്ടുക എന്ന് പറഞ്ഞാൽ ഒരു പ്രയോഗമാണ്. അത് പൂട്ടിപ്പോയൊന്നുമില്ല. അത് മറ്റൊരു കൂട്ടർക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തു. പക്ഷെ ഞാൻ എൻ്റെ ഭാഷയിൽ പറയുകയാണ്, ഗോദ്രേജിൻ്റെ താഴെ വേണമെന്നേ. ഈ മുന്നമേ പറഞ്ഞ ബിരുദന്മാരൊക്കെ പറഞ്ഞത് എന്താപ്പോൾ അവർ ഏത് ആലോചനാ സഭയിൽ നിന്നിട്ട് വന്ന് അതൊക്കെ പറഞ്ഞത്? ഒരു സാധു മനുഷ്യനായി എന്നെ പ്രലോഭിപ്പിക്കുകയല്ലേ ചെയ്തത്, അല്ലേ? ലോറികൾ ഇങ്ങനെ ക്യൂ ലൈനിൽ നിൽക്കുകയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. അന്ന് വല്ലാർപാട് കണ്ടെയ്നർ ടെർമിനലൊന്നും വന്നിട്ടില്ല. വെല്ലിംഗ്ടൺ ഐലൻഡിലുള്ള പോർട്ടേ ഉള്ളൂ. ഇങ്ങനെ ലോറികൾ ഇങ്ങനെ ചരക്കും കയറ്റിക്കൊണ്ട് വെല്ലിംഗ്ടൺ ഐലൻഡിൽ ഇങ്ങനെ ക്യൂ ലൈനിൽ നിൽക്കുകയാണ്. അവിടെ എൻട്രി കിട്ടണമല്ലോ. കപ്പലുകൾ ഇങ്ങനെ വന്ന് കിടക്കുന്നില്ലേ കടലിൽ ഒത്തിരി കപ്പലുകൾ വന്ന് കിടപ്പുണ്ട്. അപ്പം നമ്മുടെ ചരക്കൊക്കെ കയറ്റി അങ്ങനെ ലോകത്തിലെ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നു. പിന്നെ പാസ്റ്ററല്ലോ സജി ബ്രദർ അങ്ങനെ കോടീശ്വരനാകുന്നു. അതിൻ്റെ ദശാംശം അതിൻ്റെ എല്ലാം ഇങ്ങനെ കൊടുത്ത് പിന്നെ കോടീശ്വരനാകുന്നു. കൊടുത്തുകൊണ്ടിരിക്കുന്നു, പിന്നെ കോടീശ്വരനാകുന്നു. അങ്ങനെയൊക്കെ എല്ലാവരും പറയുന്നത്. പക്ഷേ ഇതെല്ലാം ക്ലോസ് ആകുന്നതിന് മുമ്പ് എൻ്റെ മാതൃസഭയിൽ ഏറ്റവും കൂടുതൽ ടൈത്ത് കൊടുത്തുകൊണ്ടിരുന്നത് ഞാനാണ് ഏറ്റവും കൂടുതൽ ടൈത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം അതവിടെ അവിടുത്തെ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കുന്നത് ഞാൻ മുന്നമേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ട്രാജഡി എൻ്റെ മാതൃസഭയിലെ നോട്ടീസ് ബോർഡിൽ ട്രാജഡി എന്താ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. വേറെ സൗകര്യങ്ങളുണ്ട്, അവർക്കൊന്നും അത്രയും കൊടുക്കാൻ കഴിയില്ല. ഞാനന്ന് ബിസിനസ്സുകാരനായിരുന്നുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുത്തു. പിന്നെ വേറെ സൗകര്യങ്ങൾ ബിസിനസ്സിലൊക്കെ കയറി വന്നപ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ കൊടുക്കുന്ന വലിയ പുള്ളികളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ സ്ഥാപനത്തിൽ താഴെ വീണതിന് ശേഷം കൊടുക്കാൻ പറ്റാതെയായി പോയിട്ടുണ്ട്. അപ്പോൾ എന്നെ അവമാനിക്കാൻ പാകത്തിന് നോട്ടീസ് ബോർഡിൽ 3 മാസം നീൽ എഴുതിയിട്ടു. എന്നിട്ട് പ്രസംഗത്തിൽ ഉപദേശിച്ച് പറഞ്ഞു, ഒരു 10 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നില്ല് വരുമെന്ന്. അപ്പോൾ ആളുകൾ നില്ല് അത് പോയി നോക്കിയാൽ മതിയല്ലോ. ആരുടെ പേരിൽ? എൻ്റെ പേരിൽ മാത്രമേ ഉള്ളൂ നില്ല്. വേറെ എല്ലാവരുടെയും പേരിൽ 5 രൂപ 10 രൂപ എന്തെങ്കിലും കാണും. അല്ലെങ്കിൽ ഈ എമൗണ്ടുകളുണ്ട്. എൻ്റെ പേരിൽ ഒരു എമൗണ്ടും ഇല്ല സഹോദരങ്ങളെ. ഒരു 3 മാസം കുറയാതെ നില്ലടിച്ച് കിടന്നു. അതിന് ദൈവത്താൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഞാനൊന്ന് പകച്ചു പോയിട്ടുണ്ട് ആ സമയത്ത്. അങ്ങനെ പോയ ആ കാലങ്ങളിലാണ് ഈ വചനം എനിക്ക് വെളിപ്പെട്ടത്. എല്ലാം 4 സൈഡ് ക്ലോസ് ചെയ്തു. ബൈബിൾ സ്കൂൾ ഓപ്പൺ ചെയ്യാണ്. 4 സൈഡും അടച്ചിട്ട് കർത്താവിൻ്റെ ബൈബിൾ സ്കൂളിലേക്ക് മരുഭൂമിയിലെ വിൽഡേർനെസ്സിലെ സെമിനാരിയിൽ അഡ്മിഷൻ കിട്ടുകയാണ്. കർത്താവിൻ്റെ ബൈബിൾ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുകയാണ്. പഠനം ആരംഭിക്കുകയാണ്. പ്രാക്ടിക്കലും തിയറിയൊക്കെ ഒരുമിച്ച് പോവുകയാണ്. അങ്ങനെ അഭ്യസിപ്പിച്ച് കൊണ്ടുവന്ന കാലത്താണ് ഞാൻ പറഞ്ഞത്, ജനിച്ച ദേശം വിട്ട് പരദേശത്ത് മറ്റൊരു ദേശത്ത് പോയി ഈ ശുശ്രൂഷയുമായി നിൽക്കുമ്പോൾ മനുഷ്യനല്ലേ ചിന്തകൾ വരും. കുറച്ചും കൂടെ നല്ല രീതിയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ആടുന്ന കസേരയിലിരിക്കണോ ആടാത്ത കസേരയിലിരിക്കണോ? ഞാൻ ആടുന്ന കസേരയിൽ ഇരുന്നപ്പോൾ എന്ത് കിട്ടി? വെളിപ്പാട് കിട്ടി. അപ്പോൾ ഇനി ആടാത്ത കസേര വേണം നിർബന്ധം പിടിക്കേണ്ട ആവശ്യമുണ്ടോ? അതിലങ്ങ് തൃപ്തിപ്പെടുക. അതിൽ തൃപ്തിപ്പെട്ടാൽ തമ്പുരാൻ ആടാത്ത കസേരയൊക്കെ കൊണ്ടുപോയി തരും. തൃപ്തിപ്പെടുന്നില്ലെങ്കിലോ കാര്യങ്ങളിങ്ങനെ നീണ്ടു പോകും. അത്ര തന്നെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ സഹോദരങ്ങളെ, പിന്നീട് ദൈവം പല കാര്യങ്ങളും ഇങ്ങനെ ഈ പിന്നെ പലത് ചാല് കീറി ഇങ്ങനെ ഒഴുക്കി വിടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചാല് കീറി ഒഴുക്കി വിടുന്ന പോലെ. പിന്നെയാണ് ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞ പോലെ നക്കി കുടിക്കുന്ന കാര്യമൊക്കെ മുമ്പിൽ വരുന്നത്. ഇന്ന് നക്കി കുടിക്കാൻ കഴിയുന്നുണ്ട്. അതായത് ഇന്ന് നക്കി കുടിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ആ ഭാവമൊക്കെ ഇവിടെ നിങ്ങൾക്ക് ബോറടിക്കും അങ്ങനെ അധികം പറഞ്ഞു പോയാൽ. ഇത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം അങ്ങനെ അധികം കടന്നു പോയാൽ ക്ഷമ നശിക്കും എന്നുള്ളത്. ഞാൻ ആ ഭാഗമൊക്കെ അവിടെ വിട്ടേക്കാം. ഇത്രയേ ഉള്ളൂ പറഞ്ഞു വന്നത്. ഞാൻ തൃപ്തിയോടുകൂടി ഇരുന്നാണ് പ്രസംഗിക്കുന്നത്. എൻ്റെ ഉള്ളത്തിൽ ഇതെല്ലാം പറയുമ്പോൾ കിടന്ന് നുരഞ്ഞു പൊതുന്നൊരു കാര്യമുണ്ട്. പല വാക്യങ്ങളും ഇങ്ങനെ കടന്നു വരികയാണ്. പൗലോസ് പറയുന്ന പോലെ പറഞ്ഞു തീരാത്ത ദാനനിമിത്തം എനിക്ക് പ്രസംഗിച്ചിട്ട് കൊതി തീരുന്നില്ല. ക്രൂശ് പ്രസംഗിച്ചിട്ട് എവിടെ പ്രസംഗിക്കാൻ സാഹചര്യം കിട്ടിയാലും ക്രിസ്തുവിൻ്റെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുക. ആളുകൾ വിശ്വാസത്തിൽ വന്നു, പെന്തിക്കോസ്തിൽ വന്നു, സ്നാനപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സന്തോഷം അധികം വരുന്നില്ല. അതേസമയം ഒരു വ്യക്തി ക്രൂശിൻ്റെ ദർശനം പ്രാപിച്ച് വിശ്വാസ മാർഗത്തിലേക്ക് ചുവടെടുത്ത് വെച്ചു, അവൻ സ്നാനപ്പെടാൻ പോയാന്ന് കേൾക്കുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന സന്തോഷം. ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ 100 പേരെ സ്നാനപ്പെടുത്തിയെന്ന് കേൾക്കുമ്പോൾ നമുക്കൊന്നും തോന്നുന്നില്ല. ആ 100-ൽ ചിലപ്പോൾ 99 തിരിച്ചു പോകും. അല്ലെങ്കിൽ 100 ജഡികന്മാരായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതേസമയം ക്രൂശിൻ്റെ മുമ്പാകെ പിടിക്കപ്പെട്ട ഒരുവൻ
ആ കാഴ്ച, ബലിപീഠത്തിലെ കാഴ്ച, പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ കൈവിട്ട കാഴ്ച. പിതാവ് മുഖം മറച്ചു കളഞ്ഞു ഗെത്സമനയിൽ, പാനപാത്രം അങ്ങ് കൊടുത്തു, അത് കുടിക്കുകയാണ്. അതാണ് നമ്മൾ ഗോൽഗോഥായിൽ കാണുന്നത്. കുടിക്കുകയാണ്, അതിൻ്റെ മട്ടും കൂടെ കുടിപ്പിക്കുകയാണ്. നമുക്ക് വേണ്ടി അവൻ കുടിക്കുകയാണ്, അല്ലേ? ആ കാര്യങ്ങൾ ഗ്രഹിച്ച ഒരാൾ ഇതിനകത്ത് വന്നാൽ എന്തൊരു മാറ്റമായിരിക്കുമെന്നറിയാവോ? നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കണം. റോമാലേഖനം 6-ാം അധ്യായം 17-18 വാക്യങ്ങൾ. നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കുക. ആ ഉപദേശരൂപം അതാണ് ക്രിസ്തുവിനെ പ്രസംഗിക്കുക. ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വിസ്ഫോടനം ഭയങ്കരമായിരിക്കും. വിസ്ഫോടനം. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ സ്നാനപ്പെടുത്തിയ സഹോദരൻ ഈ കൂടെ ചിലപ്പോൾ കാണുമായിരിക്കും. എന്നോട് ആ പ്രിയപ്പെട്ടവൻ സ്നാനത്തിന് മുമ്പ് പറഞ്ഞ ഒരു സെൻറ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ 2-3 സെൻറ്റൻസ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ: എന്നെ ഓർത്ത് സങ്കടപ്പെടേണ്ട, വാസ്തവമായി ഞാൻ ആ രക്ഷ അനുഭവിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ധൈര്യമായിട്ട് എന്നെ സ്നാനത്തിലേക്ക് നയിച്ചു എന്നല്ലേ പറഞ്ഞത്. കഴിഞ്ഞ നാളുകളിൽ ക്രൂശ് പ്രസംഗിച്ച സമയത്ത് ബലിപീഠത്തിൽ പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ തകർന്നു കിടക്കുന്ന കാഴ്ച കണ്ട സമയത്ത് അവിടെ യാഗമൃഗത്തെ നുറുക്കിയപ്പോൾ എൻ്റെ ഹൃദയമാണ് നുറുങ്ങിപ്പോയത്. ഒരു കത്തോലിക്ക കുടുംബത്തിൽ കത്തോലിക്ക മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ട ഞാൻ ഇങ്ങനൊരു കൂട്ടക്കാരൻ്റെ ഇടയിൽ കടന്നു വന്ന്, അല്ലെങ്കിൽ ഇതിലൂടെയാണ് കേട്ടത്, ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം കേട്ടത്, ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെ കേട്ടപ്പോഴും തൻ്റെ ഹൃദയം ചൂടുപിടിച്ചു, ഹൃദയം നുറുക്കപ്പെട്ടു. അങ്ങനെ നുറുക്കപ്പെട്ട് ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്തു. അത്ര എന്നോട് പറഞ്ഞത്. ദേവദാസനെ ധൈര്യമായിട്ട് മനസാക്ഷി കുത്തില്ലാതെ സ്നാന ശുശ്രൂഷയിലേക്ക് പൊയ്ക്കോ. ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പറയുകയാണ്, ഞാനെൻ്റെ ഹൃദയം കർത്താവിന് കൊടുത്തതാണ്. എൻ്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് എന്നെ സത്യങ്ങളെ വെളിപ്പെടുത്തി തരികയാണ്. പരിശുദ്ധാത്മാവിനിക്ക് സത്യങ്ങളെ വെളിപ്പെടുത്തി തരികയാണ്. വിശ്വാസ സ്നാനം അനിവാര്യമാണ്. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഉറപ്പ് വന്നത്. അപ്പോൾ ഉള്ളിലുള്ള സന്തോഷം എന്താണെന്നറിയാവോ? ഞാൻ എന്തെങ്കിലുമൊക്കെ 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ അതൊക്കെ എൻ്റെ ഉള്ളിൽ തന്നെ എങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്. 2023 ഒടുവിൽ ഞാൻ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുടെ മുമ്പിൽ ഒരു പാപിയായ മനുഷ്യൻ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ട് മനം തിരിഞ്ഞു വന്നു. സഹോദരങ്ങളെ, മനം തിരിഞ്ഞു വന്നു. അവൻ ആ ബലിപീഠത്തിന് മുമ്പിൽ സറണ്ടർ ചെയ്തു. ഒരാഴ്ചയായിട്ടുള്ളൂ. അവന് ഞാൻ തന്നെയാണ് വെള്ളത്തിലേക്ക് ഇറക്കിയതിന് സാക്ഷ്യം വഹിച്ച സഹോദരങ്ങൾ ഇവിടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ വർഷാവസാനം എത്ര വലിയ സന്തോഷമാണ്. ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ മുഴു സ്വർഗവും സന്തോഷിക്കുകയല്ലേ? ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ മുഴു സ്വർഗവും സന്തോഷിക്കുകയാണ്. സൃഷ്ടാവിൻ്റെ അടുക്കിലേക്ക് സൃഷ്ടി മടങ്ങി വരികയാണ്. ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിച്ചൊരു കാര്യമുണ്ട്. പാപിയായ മനുഷ്യൻ പരിശുദ്ധനായ ദൈവവുമായിട്ട് മുഖാമുഖം വരുന്നു, സമാഗമിക്കുന്നു. അങ്ങനെ സമാഗമിക്കുമ്പോൾ അതിന് നടുവിൽ ബലിപീഠം ഇരിക്കുകയാണ്, യാഗപീഠം, കാൽവറിയിലെ ക്രൂശ്. ആ ക്രൂശിന്റെ ദർശനം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ ഹൃദയങ്ങൾ നുറുങ്ങിപ്പോകും. അങ്ങനെ നുറുങ്ങിയ മനുഷ്യർ ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യണം. അവർ വിശ്വാസ സ്നാനത്തിലേക്ക് ഇറങ്ങി വരണം. ഇതായിരുന്നു പെന്തിക്കോസ്റ്റ്. ഇങ്ങനെയായിരുന്നു പെന്തിക്കോസ്റ്റ്. അല്ലാതെ മയക്കോടി വെച്ച ആളുകളെ കൊണ്ടുവന്ന് കുറേ ആൾക്കൂട്ടത്തെ ഒന്നിനും കൊള്ളാത്ത രീതിയിൽ വളർത്തിക്കൊണ്ടു പോകുന്നതല്ല. ഇങ്ങനെ സുവിശേഷപ്രകാരം കൊണ്ടുവരണം. സുവിശേഷപ്രകാരം ജനത്തെ ഇങ്ങനെ കൊണ്ടുവരണം. ഞാൻ ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കാൻ വെച്ച വാക്യം വെളിപ്പാട് ദിവസം 21-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമാണ്. വരിക, കുഞ്ഞാടിൻ്റെ കാന്തയെ കാണിച്ചു തരാം. പക്ഷേ അങ്ങനെ ആ ഒരു രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ടൊന്നും മെസ്സേജ് പോകാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ ഹൃദയം നിങ്ങളുടെ മുമ്പാകെ പകരുകയായിരുന്നു. ഹൃദയത്തിലൂടെ കടന്നുപോയ ചിന്തകളും കാര്യങ്ങളും ഒക്കെ ചരിത്രങ്ങളും ഒക്കെ കൂട്ടുപിടിച്ച് സംസാരിച്ചു പോവുകയായിരുന്നു. വരിക, കുഞ്ഞാടിൻ്റെ കാന്തയെ കാണിച്ചു തരാം. എത്ര സീരിയസ് ആയ കാര്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ പടുകുഴി കിടന്ന നമ്മെ രക്ഷിച്ചു. അവിടെ കൊണ്ട് തീരുന്നില്ല. തൻ്റെ തങ്കച്ചോരയിൽ നമ്മെ കഴുകി. പിന്നത്തേതിലോ തൻ്റെ വചനത്താലും തൻ്റെ ആത്മാവിനാലും നമ്മെ പണിതൊരുക്കുകയാണെന്ന്. തൻ്റെ രക്തത്താൽ നമ്മെ കഴുകി നീതീകരിച്ചു. പിന്നെയോ അത് നിൽക്കുന്നില്ല. തുടർമാനമായ പ്രക്രിയയാണ്. തൻ്റെ വചനത്താലും തൻ്റെ ആത്മാവിനാലും നമ്മെ പണിതൊരുക്കുകയാണ്.
അപ്പൊ അങ്ങനെ പണിതൊരുക്കാൻ ഈ വന്നിരിക്കുന്ന സഹോദരങ്ങളെ ആ സമർപ്പണത്തിലേക്ക് നയിക്കുക എന്നുള്ള ഒറ്റ പ്രക്രിയയാണ് എൻ്റെ മുമ്പിലുള്ളൂ. ബാക്കി പരിശുദ്ധാത്മാവ് ചെയ്യും, ബാക്കി വചനം ചെയ്യും. ശുശ്രൂഷകനായ ഞാൻ ബലഹീനനാണ്, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദൈവവചനത്തിലൂടെ ദൈവജനത്തെ ആ സമർപ്പണത്തിലേക്ക് കൊണ്ടുവരണം. ആ സമർപ്പണത്തിലേക്ക് ദൈവവചനത്താൽ വിശുദ്ധന്മാരെ ആ സമർപ്പണത്തിലേക്ക് കൊണ്ടുവരണം. ആ സമർപ്പണത്തിൽ അവർ ഇളകാതെ നിൽക്കണം, അവസാനം വരെ ഇളകാതെ നിന്നാൽ. കേൾക്കണം കേട്ടോ, കേൾക്കണം നിങ്ങൾ. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുക. നിങ്ങൾ എന്താ കേൾക്കേണ്ടത്? ദൂതൻ യോഹന്നാനോട് പറയുകയാണ്, വരിക കുഞ്ഞാടിൻ്റെ കാന്തയെ കാണിച്ചു തരാമെന്ന്. വരിക കുഞ്ഞാടിൻ്റെ കാന്തയെ കാണിച്ചു തരാം. ദൈവസഭയുടെ റെപ്രസെൻറ്റേറ്റീവായ യോഹന്നാനോട് പറയാണ്, വരിക കുഞ്ഞാടിൻ്റെ കാന്തയെ കാണിച്ചു തരാം. അങ്ങനെ യോഹന്നാന് കാണിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ രതീഷ കൂടെ കാണണ്ടേ, ഈ ലിസ അവിടെ കാണണ്ടേ, ഈ ഫേബി അവിടെ കാണണ്ടേ, ഈ ബിനുബ്രദർ അവിടെ കാണണ്ടേ, നമ്മുടെ ലാലു പാസ്റ്റർ അവിടെ കാണണ്ടേ, സജി പാസ്റ്റർ അവിടെ കാണണ്ടേ, മറ്റുള്ളവരവിടെ കാണണ്ടേ, ഓരോരുത്തരും അവിടെ കാണണ്ടേ സഹോദരങ്ങളെ, കാണണം. നമ്മുടെ സിജു അവിടെ കാണണ്ടേ. വരിക കുഞ്ഞാടിൻ്റെ കാന്തയെ കാണിച്ചു തരാം. കാന്തയെ കാണിച്ചു കൊടുക്കണമെങ്കിൽ കാന്ത ഒരുക്കം പ്രാപിച്ചവളായിരിക്കണം, പണിയപ്പെട്ടവളായിരിക്കണം. അങ്ങനെ ഒരുക്കം പ്രാപിച്ച് പണിയപ്പെട്ടവളാണെങ്കിൽ നിശ്ചയമായും കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാനും നിങ്ങളും അതിനകത്ത് ഉണ്ടാകും. ഇല്ലെങ്കിലോ നിങ്ങൾ നന്മയുടെ അനുഗ്രഹത്തിൻ്റെ ഒക്കെ പുറകെ പോകുന്ന മനുഷ്യരാണെങ്കിൽ, അതായത് മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിൻ്റെ പുറകെ, ഇന്നത്തെ ന്യൂ ജനറേഷൻ പെന്റിക്കോസ്റ്റ് പാസ്റ്റർമാർ പ്രസംഗിക്കുന്ന ഇളക്കപ്പെരുപ്പത്തിൻ്റെ പ്രസംഗങ്ങളുടെ പുറകെ പോവുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ സമർപ്പിതരായിത്തീരും? സഹോദരങ്ങളെ, ഒരു തീരുമാനത്തിൽ, ഒരു സമർപ്പണത്തിൽ നിന്ന് നമുക്ക് പിരിയാം. ഒരു സമർപ്പണത്തിൽ നിങ്ങൾ 2 തോണി കാല് വയ്ക്കുന്നവരാണോ? നിങ്ങൾ സത്യവചനം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുടെ പ്രസംഗം കേൾക്കുന്നത് പോലെ തന്നെ വ്യാജന്മാരുടെയും വഞ്ചകന്റെയും പ്രസംഗങ്ങളും ശ്രദ്ധിക്കുന്നവരാണോ? ഒരു തീരുമാനത്തിലെത്തുക. നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേൾക്കരുത് ഒരിക്കലും. ഞാൻ മാത്രമല്ലല്ലോ ഇങ്ങനെ പ്രസംഗിക്കുന്നവരുള്ളൂ, പല ദൈവദാസന്മാരും പ്രസംഗിക്കുന്നുണ്ട്. അതിൽ ഇടക്കാലത്ത് ദൈവാത്മാവ് തന്നൊരു ബോധ്യമാണ്, പലരും 2 തോണിയിൽ കാല് വയ്ക്കുന്നു. അതുകൊണ്ട് വളർച്ച കാണുന്നില്ല, ദിശാബോധമില്ല. നമ്മൾ ഈ ഇസ്രായേൽ എന്നുള്ള സബ്ജക്റ്റ് പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നൊരു വിഷയമാണ്. 5, 8, 10 ആഴ്ചകളിൽ അങ്ങനെയുള്ള കാര്യം പറഞ്ഞു. ആ സമയത്ത് പല കാര്യങ്ങളും ശക്തിയുക്തം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പലതും തുറന്നടിച്ച് പേരെടുത്ത് അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? കൃത്യമായ ബോധ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ദൈവമക്കളുടെ മുമ്പാകെ പറയുന്നത്. സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ക്രൂശിൻ്റെ ശത്രുക്കളുടെ പ്രസംഗങ്ങളാണ്. അവർ ക്രൂശിൻ്റെ ശത്രുക്കളാണ്. അവർ ഭൂമിയിലുള്ള കാര്യങ്ങൾ പറയുന്നവരാണ്. അത് ഞാൻ ആലോചിച്ച് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊന്നും അല്ല പറഞ്ഞത്, വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഒരു സന്ദേഹത്തിനിടയില്ലാതെയാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ സഹോദരങ്ങൾ കേൾക്കുന്നവരും ആ ഒരു തലയെടുപ്പിലും ബോധ്യത്തിലേക്കും വരണം. എനിക്കിങ്ങനെയുള്ള പ്രസംഗങ്ങൾ വേണ്ട, എനിക്കിങ്ങനെയുള്ള കൂട്ടായ്മകൾ വേണ്ട, ഗുഡ് ബൈ എന്ന് പറഞ്ഞിറങ്ങി വരണം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു സഹോദരൻ കാത്തലിക് സൈഡിൽ നിന്ന്, ആ സഹോദരന് സുവിശേഷം കേട്ടപ്പോൾ ഉണ്ടായ പാപബോധം, തൻ്റെ അമ്മയപ്പന്മാർ തൻ്റെ കുഞ്ഞുനാളിൽ പള്ളിയിൽ കൊണ്ടുപോയി തന്നെ ആ മാമോദീസ തൊട്ടിയുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് വെള്ളം തളിപ്പിച്ചതാ. അതൊക്കെ ചെയ്തിട്ടുള്ളതാ, അങ്ങനെയുള്ള കാര്യമൊക്കെ ചെയ്തിട്ടുള്ളതാ. പക്ഷെ അന്ന് തനിക്കൊരു പാപബോധം വന്നില്ല, രക്ഷകനെ കണ്ടെത്തിയില്ല, രക്ഷയുടെ സന്തോഷം അനുഭവിച്ചില്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അനുഭവിച്ചില്ല. അതെല്ലാം ഇന്ന് അനുഭവിക്കാനായിട്ട് തനിക്ക് അവസരം കിട്ടി. താൻ ഇറങ്ങി വന്നില്ലേ? അതുപോലെ ഈ ന്യൂജൻ കൂട്ടായ്മകളിൽ ഉപദേശ വിരുദ്ധതകളിൽ കിടക്കുന്നവര്, വചന വിരുദ്ധതകളിൽ കിടക്കുന്നവര്, മാമോന്റെ ആളുകളുടെ ഇടയിൽ പ്രസംഗം കേൾക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം പുറത്തു വരണം. നമ്മുടെ ആയുസ് നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ ആത്മാവിനെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? മുഴു ലോകത്തെക്കാളും വിലയുള്ളൊരു ആത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഇത്തരം വ്യാജന്മാരുടെ പ്രസംഗങ്ങൾ കേട്ട്, തെറ്റായ നിലയിൽ കാര്യങ്ങളെ പഠിപ്പിക്കുന്നവരുടെ പഠിപ്പിക്കലുകൾ കേട്ട്, അവർ പെട്ടകം എടുത്ത് വെച്ചിരിക്കുന്നവിടെ കാളവണ്ടി പുറത്താ. ചുമലിൽ ചുമക്കേണ്ട പെട്ടകം കാളവണ്ടി പുറത്ത് പോകുമ്പോൾ അവർ ഡാൻസും കൂത്തും നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനത്തെ ഡാൻസും കൂത്തും ഒക്കെ കേട്ട്, അങ്ങനെയുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളും കേട്ട് അതിലൊന്നും മതിമറന്ന് പോകേണ്ടവരല്ല നമ്മൾ. നമ്മുടെ ആയുസ് നഷ്ടപ്പെടുത്തി കളയരുത്.
അതുകൊണ്ട് 2023 ഒടുവിലത്തെ ദിവസം സമയം വളരെ പോയതുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കിയാണ്. തൃപ്തിയുള്ളവരായിരിക്കുക. ഉപദേശത്തിന് വില കൊടുത്തുകൊണ്ട്, സത്യോപദേശത്തിന് ചുമൽ കൊടുത്തുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുക. ചഞ്ചലപ്പെടരുത്. തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന ആശ്വാസവും സ്ഥിരതയും, തിരുവെഴുത്തുകൾ നമ്മെ സ്ഥിരതയിലേക്ക് കൊണ്ടുവരണം. നമ്മെ ഓരോരുത്തരെയും കുറിച്ച് മറ്റുള്ളവർ പറയാനിടയാകണം. ആ ബ്രദർ ഇങ്ങനെ ഒരു ഉപദേശത്തിന് വേണ്ടി, ഇങ്ങനെ ഒരു സത്യത്തിന് വേണ്ടി മുൻപോട്ട് പോകുന്നയാളാണ്. അദ്ദേഹത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കിട്ടില്ല എന്ന് പറയാൻ മറ്റുള്ളവർ പറയാൻ ഇടവരണം. അങ്ങനെ നമ്മുടെ ജീവിതങ്ങളിലെ മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ 2023 നമ്മെ നടത്തിയ നമ്മുടെ ദൈവം എങ്ങനെ നടത്തിയെന്ന ഒരു വാക്യത്തിലൂടെ വെളിപ്പെട്ടത്, നമ്മെ ചുമലിൽ വഹിച്ചുകൊണ്ട് നടന്നു. നമ്മെ സഹോദരങ്ങളെ ചുമലിൽ വഹിച്ചുകൊണ്ടാണ് അവൻ ഇവിടം വരെ കൊണ്ടുവന്നത്. ഇവിടം വരെ അവൻ കൊണ്ടുവന്നെങ്കിൽ മേലാലും അവൻ നടത്തും. അവൻ വിശ്വസ്തനായ ദൈവം. 2024 പിറക്കുന്നുണ്ടെങ്കിൽ, നമുക്കതിലേക്ക് പ്രവേശനം നൽകുന്നുണ്ടെങ്കിൽ, അവൻ്റെ വരവ് താമസിച്ചാൽ നിശ്ചയമായും അവൻ കൈവിടില്ല, ഉപേക്ഷിക്കില്ല. പദ്ധതികളെ പൂർത്തീകരിക്കുന്ന ദൈവമാണ്. ദൂതൻ യോഹന്നാനോട് പറഞ്ഞതുപോലെ, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയെ കാണിച്ചു തരാം. കുഞ്ഞാടിൻ്റെ കാന്തയാണ് ഇതിലൊരു വ്യക്തി പോലും ഒരുക്കമില്ലാത്തവരായ കാന്ത എന്ന നിലയിൽ, കുഞ്ഞാടിൻ്റെ മണവാട്ടി എന്ന നിലയിൽ എത്തിപ്പെടാൻ കഴിയാതെ പോകരുത്. അങ്ങനെ പോയാൽ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഇവിടെ ഇരിക്കുന്ന എൻ്റെ കൂട്ടുസ്നേഹിതരായ ദേവദാസന്മാർ, അതൊരു സങ്കടത്തിന് കാരണമാകും. അതിന് കാരണമാകാതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ ആ സമർപ്പണത്തിൽ ഇളകാതെ നിൽക്കണം. ആ സമർപ്പണത്തിൽ നമുക്ക് നിൽക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.